ഹലോ എവരി വൺ, ഗുഡ് ഈവനിങ് ടു ആൾ. എൻ്റെ പേര് മുഹമ്മദ് ഷാഹിൽ. ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്തുള്ള തിരൂർക്കാട് സ്വദേശിയാണ്. ട്രെയിൻ ദ ട്രെയിനേഴ്സ് പ്രോഗ്രാമിലെ 12th ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ നിലവിൽ മലപ്പുറം മാദിൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ടീച്ചറായി ഉള്ള ഒരു കരിയർ ജേണിയിൽ നിന്നും ഒരു ട്രെയിനറിലേക്ക് മാറാൻ ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു മേഖലയിലെ ഏറ്റവും മികച്ച ഒരു മെന്റർഷിപ്പ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കാലങ്ങളായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് CA ഫൈസൽ സാറിൻ്റെ വിൻബിൽ അക്കാഡമി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പരിചയപ്പെടുകയും അതിൻ്റെ ഈ ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമാവുകയും ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു സിലബസും കാര്യങ്ങളും ഉണ്ടാവും. അതിലുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റുഡൻസിലേക്ക് പാസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ മുമ്പിലിരിക്കുന്ന സ്റ്റുഡൻസ് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ നമ്മളൊരു ട്രെയിനർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു നേരത്തെ സപ്പോർട്ട് കൊണ്ട് അവരുടെയൊക്കെ ലൈഫിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് ഞാൻ ഒരു ട്രെയിനർ ആവാൻ ആഗ്രഹിച്ചത്. തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ്ലി നമ്മളെ ഒരു പബ്ലിക് സ്പീക്കിംഗ് സെഷനിലേക്ക് വിളിക്കുകയാണെങ്കിലും നമുക്കൊരു 15-20 മിനിറ്റ് വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് നമ്മൾ എത്തി എന്നുള്ളത് വളരെയധികം സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എനിവേ, ഞാൻ കൂടുതലായിട്ട് നീട്ടി സംസാരിക്കുന്നില്ല. എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ട്രെയിനേഴ്സ് ടോക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. ടോപ്പിക്ക് നിങ്ങളെല്ലാവരും സ്ലൈഡുകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും, റെലവൻസ് ഓഫ് സ്റ്റുഡൻസ് കൗൺസിലിംഗ്. നമുക്കറിയാം, മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഈ സ്റ്റുഡൻസ് കൗൺസിലിങ്ങിൻ്റെ ഒക്കെ പ്രാധാന്യം ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. നമുക്കറിയാം, പല ക്യാമ്പസുകളിലും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറ്റ്മോസ്ഫിയർ ആവട്ടെ, എല്ലാം വളരെ സ്ട്രെസ്സും സ്ട്രെയിനും നിറഞ്ഞിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടേണ്ടത് ആവശ്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് കൊടുക്കുക, എങ്ങനെയാണ് അത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മോഡേൺ സിസ്റ്റത്തിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ നമ്മുടെ സെഷനിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ KA നജീബ് സാറാണ്. അദ്ദേഹം റിട്ടയർഡ് അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ കൂടെയാണ്. സോ അദ്ദേഹം റെലവൻസ് ഓഫ് സ്റ്റുഡൻസ് കൗൺസിലിംഗ് എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ട് നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ, ഇതിന്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം നമ്മളോട് കൂടുതലായിട്ട് നമ്മളോട് സംവദിക്കുന്നതാണ്. സോ അദ്ദേഹത്തെ ഈ ഒരു പരിപാടിയിലേക്ക്, നമ്മുടെ KA നജീബ് സാറിനെ ഈ ഒരു പരിപാടിയിലേക്ക് ആർദ്രമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഒരു പ്രോഗ്രാം നിയന്ത്രിക്കുന്നത്, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നിയന്ത്രിക്കുന്നത് നമ്മുടെ വിൻബിൽ അക്കാഡമിയുടെ ഡയറക്ടർ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ട്രെയിനറുമായിട്ടുള്ള CA ഫൈസൽ സാറാണ്. CA ഫൈസൽ സാറിനെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ ആർദ്രമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതിനേക്കാൾ ഉപരി ഈ പ്രോഗ്രാമിൽ ഒരുപാട് തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു സമയം ഇതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ആളുകളെയും ഈ ഒരു പരിപാടിയിലേക്ക് ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. Thank you so much, Shahil sir. It was a nice introduction speech. Thank you so much. Hello everyone. So ട്രെയിനേഴ്സ് ടോക്കിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. പുതിയ കാലത്ത് പുതിയ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും നമുക്കറിയാം, കമ്പ്യൂട്ടറുകൾ വന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ജോലികൾ നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ പുതിയ ജോലികൾ നിർമ്മിക്കപ്പെട്ടു. അതിനുശേഷം വ്യത്യസ്തമായിട്ടുള്ള ടെക്നോളജികൾ വന്നു, വ്യാവസായികമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു. ഇതാ പുതിയ ഒരു ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ് തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി
നമ്മളെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ ഇനിയുള്ള പഠിക്കുന്ന അതല്ലെങ്കിൽ തൊഴിലിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് മെമ്മറൈസ് ചെയ്യുക എന്നതിനേക്കാൾ മെമ്മറി പവർ എന്നുള്ളത് ഇനിയുള്ള കാലത്ത് ഒരു ഒരു അസ്ഥാനമായി പോകുന്ന ഒരു കാര്യമായിട്ട് പരിണമിക്കുകയാണ്. കാരണം നമുക്ക് എന്ത് ഡാറ്റയും നമുക്ക് ഞൊടിയിടയിൽ മനുഷ്യനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെ മുമ്പിലുള്ളത്. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണെന്ന് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗൂഗിൾ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇതേപോലെ ഡാറ്റകൾ, ഇൻഫോർമേഷൻസ് ഏതൊരാളുടെ കയ്യിലും ChatGPT-യോ അതല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള ജെമിനയോ പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആപ്ലിക്കേഷനുകൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഞൊടിയിടയിൽ അത്തരം വിവരങ്ങൾ കിട്ടുന്ന ഒരു കാലത്ത് ഇനി നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ, മനുഷ്യനെന്ന നിലയിൽ നമുക്ക് സർവൈവ് ചെയ്ത് എല്ലായിടത്തും നമുക്ക് മിന്നിത്തിളങ്ങണമെങ്കിൽ നമ്മുടെ ആന്തരികമായിട്ടുള്ള ഇന്നർ സ്ട്രെങ്ത്തുകളെ, ഇന്നർ സ്കിൽസുകളെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ഡിഗ്രി ഉണ്ട്, ഒരു PG ഉണ്ട്, അതല്ലെങ്കിൽ നമുക്കൊരു PhD ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇനി കാര്യമില്ല. മറിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് ആ ഒരു വിഷയത്തെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മളെ പരിവർത്തിപ്പിക്കാത്ത കാലത്തോളം നമ്മളെ ആർക്കും ആവശ്യമില്ലാത്ത രീതിയിലേക്ക് നമ്മൾ നീക്കി വെക്കപ്പെടും. അപ്പോ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഇനിയുള്ള കഥ. അതല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് നമുക്ക് ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക എന്ന രീതിയിലേക്ക് നമ്മളെ പരിവർത്തിപ്പിക്കണം. നമുക്ക് പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്താനും അതിന്റെ ആക്ഷനിലേക്ക് പോകാനും അതിനെ ഏറ്റവും മനോഹരമായിട്ട് ആവിഷ്കരിക്കാനും ഒക്കെയുള്ള രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതേപോലെ തന്നെ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുള്ള ഇമോഷൻ, ഈ ഇമോഷനെ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആളുകളിലേക്ക് റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. റോബോട്ടിന് ഒരു പക്ഷേ ഇമോഷൻസിനെ അനുസരിച്ച് ഇപ്പോ ഒരാൾ എന്തെങ്കിലും ഒരു ദുഃഖത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ അടുത്ത് പോയി ഇരുന്ന് അവരുടെ ദേഹം തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാന്ത്വനമുണ്ട്. അതല്ലെങ്കിൽ കൈകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. ഇത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ ഒരാളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഏറ്റവും വലിയ നമ്മളുടെ ചില വിങ്ങലുകൾ ഇറങ്ങിപ്പോകുന്ന ഒരു കാര്യമുണ്ട്. ഇതെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നിലനിൽക്കുന്ന ഒരു കാലത്ത് തീർച്ചയായിട്ടും ഈ കേൾക്കുക എന്നുള്ളതാണ് ശരിക്ക് കൗൺസിലിംഗ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ലിസണിങ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോ നമ്മളുടെ ഈ ഒരു ടെക്നോളജിയുടെ കാലത്ത് മനുഷ്യനെ കേൾക്കാൻ സമയമില്ലാത്ത ഒരു കാലത്ത് തീർച്ചയായിട്ടും നമുക്ക് നമ്മളെയും നമ്മുടെ ചുറ്റുപാടുകളെയും വിശേഷിച്ച് നമ്മുടെ വിദ്യാർത്ഥികളെയും കേൾക്കാനുള്ള ഒരു സന്മനസ് നമുക്ക് രൂപപ്പെടേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നർ സ്ട്രെങ്ത്തുകളെ നമുക്ക് വികസിപ്പിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ വിധത്തിലുമുള്ള പ്രാക്ടീസുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. പ്രാക്ടിക്കലി ഉള്ള നോളജുകളാണ് നമുക്ക് ഇനിയുള്ള കാലത്ത് നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തെ ആ ഒരു മോട്ടോയാണ് നമ്മുടെ ഒരു ട്രെയിനിങ്. ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. കേവലം നമ്മൾ മുന്നോട്ട് പോവുക എന്നതിനേക്കാൾ അപ്പം തന്നെ നമ്മളത് പ്രാക്ടിക്കലി നമുക്ക് ആ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മളെപ്പോഴും വിചാരിക്കും കോൺഫിഡൻസ് ആണ് ആദ്യം വരുന്നത്, പിന്നെയാണ് ആക്ഷൻ സംഭവിക്കുന്നത് എന്നതാണ് നമ്മുടെ ഒരു തെറ്റായ ധാരണ. കോൺഫിഡൻസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇറങ്ങാൻ പറ്റൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു തെറ്റായ ധാരണ. പക്ഷേ ആക്ഷൻ എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമുക്ക് ഏറ്റവും മനോഹരമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അങ്ങനെ നമ്മുടെ ട്രെയിനിങ്ങിലൂടെ ഏകദേശം ഒരു 13 ബാച്ചുകളിലൂടെ നൂറുകണക്കിന് ട്രെയിനർമാർ ഈ ഒരു കോൺഫിഡൻസോട് കൂടി നമുക്ക് സമൂഹത്തെ, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടിയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് ആണ്, ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആണ് ട്രെയിനിങ്ങിലൂടെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ലക്ഷ്യം വെക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ രീതിയിൽ ഒത്തിരി ട്രെയിനർമാരെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ട്രെയിനേഴ്സ് ടോക്കിലാണ് ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത്. ഈ ഒരു ട്രെയിനേഴ്സ് ടോക്കിൽ നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളോട് വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട നജീബ് സാറാണ്.
അദ്ദേഹം ദ റെലവൻസ് ഓഫ് സ്റ്റുഡൻസ് കൗൺസിലിംഗ് എന്ന പ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ സാറിനെ ഈ ഒരു വിഷയം ലീഡ് ചെയ്യുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. താങ്ക് യു സാർ. കേൾക്കാമോ ഞാൻ പറയുന്നത്? അതെ കേൾക്കാം. ഓക്കെ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര്, നമ്മള് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു ചില കാര്യങ്ങളെ കുറിച്ച് പറയുകയും കേൾക്കുകയുമാണ്. നമുക്കിവിടെ ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു എന്നതിനപ്പുറം നിങ്ങളും പറയുന്നു, ഞാനും പറയുന്നു, നമുക്ക് ഒരുമിച്ച് കേൾക്കുകയും പറയുകയും ചെയ്യാമെന്നാണ് ഞാൻ ഇന്നത്തെ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു ഇന്ററാക്ഷൻ മോഡലിലുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു അരങ്ങേറ്റം കുറിക്കുന്നതിന് ഈ പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ഏറെ പ്രിയപ്പെട്ട ആദരണീയനായ ഫൈസൽ സാറിനും ടീം ബിംബിൾ അക്കാഡമിക്ക് ഞാൻ വളരെയേറെ കടപ്പെട്ടവനാണ്. അതിന് പ്രത്യേകമായ ഒത്തിരി നന്ദിയെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. ഞാൻ നജീബ് കെ എ, കോട്ടയം ജില്ലയിലെ ഇരാറ്റുപേട്ടയാണ് എൻ്റെ സ്വദേശം. ഞാൻ ഏതാണ്ട് 20-22 വർഷക്കാലം ഗവൺമെന്റ് ഇടുക്കി ജില്ലയിലെ വിവിധ ഗവൺമെന്റ് ഹൈസ്കൂളുകളിൽ മലയാളം അധ്യാപകനായിരുന്നു. നമ്മുടെ കോവിഡ് കാലമായപ്പോൾ ഹൈസ്കൂൾ ടീച്ചർ എന്ന നിലയിൽ നിന്ന് പ്രൊമോഷനായി ഹെഡ് മാസ്റ്ററായി. അതിനുശേഷം ഞാൻ ഒരു 1.5-2 വർഷക്കാലം സമഗ്ര ശിക്ഷ കേരളയിൽ ഡെപ്യൂട്ടേഷനിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് തിരിച്ച് ഡെപ്യൂട്ടേഷൻ ക്യാൻസൽ ചെയ്തിട്ട് മാതൃവകുപ്പ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു പോവുകയും അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസറായിട്ട് ഏതാണ്ട് 2 വർഷക്കാലം ജോലി ചെയ്യുകയും ചെയ്തു. മാർച്ച് 31 ഞാൻ ഗവൺമെന്റ് സർവീസിൽ നിന്ന് വിരമിച്ചു. ഇപ്പോൾ ഞാൻ RI മൈസൂറിലെ ഒരു സ്റ്റുഡന്റ് ആണ്. NCERT-യുടെ ദക്ഷിണേന്ത്യൻ ക്യാമ്പസാണ് RI, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ. അവിടെ DCGC എന്ന ഒരു ഡിപ്ലോമ കോഴ്സ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിപ്ലോമ കോഴ്സ് ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, അതാണ് DCGC. അതിന്റെ വർക്കും പറ്റുകയായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിലൂടെ കടന്നു പോയപ്പോഴത്തേക്ക് മാത്രമല്ല, ഈ കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ട് കാലത്തെ സ്കൂൾ പരിചയവും എക്സ്പീരിയൻസും എല്ലാം വെച്ചുകൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ട ഒരു സംഗതി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്ര ഒരു ഗൈഡൻസിന്റെയും കൗൺസിലിങ്ങിന്റെയും അഭാവം. അത് പലപ്പോഴും അവരെടുക്കുന്ന പല തീരുമാനങ്ങളെയും പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ അത് അങ്ങനെ വേണ്ടിയിരുന്നില്ല, അത് ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്ന ഒരു മാറി ചിന്തിക്കലിന് വിധേയമാകുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ, അനുഭവങ്ങൾ പല കുട്ടികളും മുതിർന്നവരും പങ്കുവെക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ടോപ്പിക്ക് തെരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചത്. ദ റെലവൻസ് ഓഫ് സ്റ്റുഡന്റ് കൗൺസിലിംഗ്, അതായത് കുട്ടികൾക്ക് കൗൺസിലിങ്ങിന്റെ ആവശ്യകത, പ്രസക്തി, പ്രാധാന്യം. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ മീറ്റിൽ പങ്കെടുക്കുന്ന കുറച്ചു പേരെങ്കിലും ഒന്നുകിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ അതല്ലെങ്കിൽ സ്റ്റുഡൻസ് ആവാം എന്നാണ്. അങ്ങനെയെങ്കിൽ ആണെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ S എന്നും, ഇനി പേരൻസ് ആണെങ്കിൽ P എന്നും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ടീച്ചേഴ്സ് ആണെങ്കിൽ T, പേരൻസ് ആണെങ്കിൽ P, ഇനി അതല്ല സ്റ്റുഡൻസ് ആണെങ്കിൽ S. ഇനി ഇതിലൊന്നും മൂന്നിലും പെടുന്നില്ല എങ്കിൽ അതേ ഓർ എന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാകും എന്ന് വിചാരിക്കും. ഓക്കെ. ഷമീം, P, parents. Yes. ഓക്കെ. അപ്പേഴ്സും പേരൻസും P ആൻഡ് T ഉണ്ട് കേട്ടോ. P ടീച്ചറുമാണ്. ഓക്കെ. മറ്റുള്ളവർ ഒരു പക്ഷേ പേരന്റും ടീച്ചറും കൂടി ആയിരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ.
എന്തായാലും നമ്മുടെ മുമ്പിൽ പേരന്റ് ആയാലും ടീച്ചർ ആയാലും ശരി, നമ്മൾ കുട്ടികളുമായിട്ട് വീട്ടിൽ നമ്മുടെ സ്വന്തം കുട്ടികളുമായിട്ടും സ്കൂളിൽ നമ്മുടെ അവിടെ ചേർന്നിരിക്കുന്ന കുട്ടികളുമായിട്ടും അടുത്ത് ഇടപഴകി അവരുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരാണ്. അവരുടെ വിവിധ തലങ്ങളിലുള്ള വളർച്ച, ശാരീരിക വളർച്ച, മാനസിക വളർച്ച, അവരുടെ വിദ്യാഭ്യാസപരമായ പുരോഗതി, ഇതിലെല്ലാം തന്നെ വല്ലാതെ ഇന്ററാക്ട് ചെയ്യുന്നവരാണ് നമ്മൾ. അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഇതിന്റെയൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വളർച്ചയുടെ പടവുകളെല്ലാം ഒരുപക്ഷെ നമ്മൾ നോക്കിക്കാണുന്നവരാണ്. ചില കുട്ടികളൊക്കെ നമുക്ക് തന്നെ അറിയാം, ഒരു 1-ാം ക്ലാസ് മുതൽ ഒരു 10-ാം ക്ലാസ് വരെയോ 12-ാം ക്ലാസ് വരെയോ ഉള്ള ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ ആ ടീച്ചർ അവന്റെ ആ 12 വർഷക്കാലം ഒരു LP പഠിപ്പിച്ച ടീച്ചർ ഹൈസ്കൂളിൽ പഠിപ്പിക്കുകയും പിന്നീട് അവൻ അതേ സ്കൂളിൽ തന്നെ ഹൈസ്കൂളിൽ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അവന്റെ ആ വളർച്ച ആ ടീച്ചർ ഒരുപക്ഷെ നോക്കി കാണുന്നുണ്ടാവും. പിന്നീട് അവൻ +2 കഴിയുന്നു, പിന്നെ അല്ലെങ്കിൽ ഒരു ബിരുദ ലെവലിലേക്ക് പോകുന്നു. ഇതെല്ലാം പിന്നീട് എപ്പോഴെങ്കിലും വഴിയിൽ വെച്ച് എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണുന്നു, ഓ നീ അങ്ങ് വളർന്നു പോയല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ചില കമന്റുകളൊക്കെ നമ്മൾ ചിലപ്പോൾ പ്രകടിപ്പിക്കാറുണ്ട്. അങ്ങനെ എത്രയെത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരു കൗൺസിലിങ്ങിന്റെ ആവശ്യകത, ഇപ്പൊ പേരൻസ് ആയാലും ശരി ടീച്ചേഴ്സ് ആയാലും ശരി, സ്റ്റുഡൻസിന്റെ ആരിൽ നിന്നും ഞാൻ കണ്ടില്ല, അതുകൊണ്ട് സ്റ്റുഡൻസ് ആരും തന്നെ ഇല്ലെന്നാണ് വിചാരിക്കുന്നത്. എവിടെയെങ്കിലും നമുക്ക് ഒരു കൗൺസിലിങ്ങിന്റെ ആവശ്യകത തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും? ഉണ്ടെങ്കിൽ യെസ് എന്ന് ഒന്ന് രേഖപ്പെടുത്തുന്നു. എപ്പോഴെങ്കിലും എന്റെ കുട്ടിക്ക്, എന്റെ സ്കൂളിലെ ക്ലാസ് മുറിയിലെ കുട്ടിക്ക്, അല്ലെ എന്റെ വീട്ടിലെ കുട്ടിക്ക് എപ്പോഴെങ്കിലും ഒരു കൗൺസിലിങ്ങിന്റെ ആവശ്യകത ആയിട്ട് തോന്നിയിട്ടുണ്ട്? യെസ്, തോന്നിയിട്ടുണ്ട്. താങ്ക് യു. നമുക്ക് തുറന്നു പറയുന്നതിന് സംശയിക്കൊന്നും വേണ്ട, മടിക്കൊന്നും വേണ്ട. ഒരു കാലത്ത് ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുണ്ട്. ഇപ്പോ പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് ഉണ്ട്, വിവാഹത്തിന് മുമ്പൊക്കെ വേണമെങ്കിൽ. ജസ്ന ഷമീർ പറഞ്ഞു യെസ്, താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്തായാലും ഉണ്ട്, അങ്ങനെ ഒരു ആവശ്യകത നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് ചെയ്യാറുണ്ട്. നമുക്ക് അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു വിമുഖത നമ്മൾ പ്രകടിപ്പിക്കാറുണ്ടോ? ഉണ്ട് എന്നാണ് പൊതുവെ കാണുന്ന ഒരു കാഴ്ച. അതായത് നമുക്ക് പലതരത്തിലുള്ള കൗൺസിലിംഗ് ഉണ്ട്. നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രീ മെരിറ്റൽ ആയിട്ടുള്ള കൗൺസിലിംഗ്, അത് ഫാമിലി കൗൺസിലിംഗ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തില് എവിടെയെങ്കിലും ഒക്കെ ചെയ്യാം. കുടുംബ കോടതിയിലും മറ്റുമൊക്കെ ഇങ്ങനെ കൗൺസിലിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സാധാരണഗതിയിൽ നടക്കുന്ന പ്രൊഫഷണൽ കൗൺസിലിംഗ് ആണ്. നമ്മൾ ആ മേഖലയിലേക്ക് കടക്കുന്നില്ല. നമ്മൾ കടക്കുന്നത് നമ്മുടെ സ്റ്റുഡൻസിന് അവരുടെ ആ പഠനകാലത്ത്, പ്രത്യേകിച്ച് സ്കൂൾ സ്റ്റുഡൻസിന് ഇങ്ങനെയൊരു ആവശ്യകത പലപ്പോഴും തോന്നിയിട്ടുള്ളതായിട്ടാണ് എനിക്കും തോന്നുന്നത്. ഇപ്പോൾ നിങ്ങളിൽ പല റെസ്പോൺസ് കാണിച്ചവരിൽ 2 പേരും പറഞ്ഞത് യെസ് ആണ്, നോ ആരും തന്നെ പറഞ്ഞു. എന്ന് വെച്ചാൽ ഇത് പലപ്പോഴും നമുക്ക് വേണം എന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്, നമ്മുടെ ക്ലാസ് മുറിയിലായാലും വീട്ടിലായാലും. പക്ഷേ നമ്മൾ അതിന് മുതിരാറുണ്ടോ എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ അത്തരത്തിൽ ഒരു കൗൺസിലിങ്ങിന് നമ്മുടെ സ്വന്തം കുട്ടിയോ വീട്ടിലെ സ്കൂളിലെ കുട്ടിയോ എന്തുമാകട്ടെ, ഞാൻ കുട്ടി എന്ന് പറയുന്നു കാരണം രണ്ടും നമുക്ക് നമ്മളെ തന്നെയാണ്, അത് നമുക്ക് വേർതിരിച്ചു നിർത്തേണ്ട കാര്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിൽ ഒരു കൗൺസിലറിനെ സമീപിക്കാറുണ്ടോ അവന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി? നോ ആണെങ്കിൽ നോ എന്ന് നമുക്കൊന്ന് റിപ്ലൈ തരിക, യെസ് ആണെങ്കിൽ യെസ് എന്ന് റിപ്ലൈ തരിക. ഇതുവരെ ആരെങ്കിലും അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നോ, നാം അങ്ങനെ സമീപിക്കാറില്ല. അങ്ങനെ സമീപിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കും. ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറയുമോ, എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ സമീപിക്കാതിരുന്നത്? നമുക്ക് ആവശ്യം വന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ അതിനെ സമീപിച്ചിട്ടില്ല. അങ്ങനെ ഒരു കൗൺസിലറിനെ സമീപിക്കാൻ, അവന്റെ പ്രശ്നത്തെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ, അഡ്രസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. ഒരു പക്ഷേ കൗൺസിലറുടെ സാന്നിധ്യം അല്ലെങ്കിൽ സാമീപ്യം ഇല്ലാത്തത് കൊണ്ടാണോ, അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറയൂ.
നജീബ് സാർ ആരാ ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാവോ? റിപ്പീറ്റ് ചെയ്യാം, എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം, കാരണം നമുക്ക് 8 മണി വരെ സമയമുണ്ട്. നമുക്ക് ഞാൻ ചോദിച്ചത് ഇപ്പൊ നമ്മൾ കണ്ടു, പലപ്പോഴും നമുക്ക് ഒരു കൗൺസിലറുടെ സഹായം, കൗൺസിലിംഗിന്റെ ആവശ്യകത നമ്മുടെ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, എസ് ആണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് അതിന് മുതിർന്നിട്ടില്ല? എന്തുകൊണ്ടാണ് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കാതിരുന്നത്? അൺമ്യൂട്ട് ചെയ്ത്, കാരണം ഇതൊരു എസ്സിലോ നോയിലോ ചുരുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ചോദ്യം അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അൺമ്യൂട്ട് ചെയ്ത് ഗുഡ് ഈവനിങ് സർ. പറയൂ. ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തോളൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് സമൂഹം തന്റെ കുഞ്ഞിനെ എങ്ങനെ വിലയിരുത്തും എന്ന്. മാഡം പ്ലീസ് ഒന്ന് പേര് പറയുമോ? എന്റെ പേര് സസ്ന. ഓക്കെ. എനിക്ക് പേരന്റാണോ? അതെ, ഞാൻ ടീച്ചറായിരുന്നു. ഇപ്പോ ലോങ് ലീവ് എടുത്തിരിക്കുകയാണ്, LWA-ലാണ്. ഓക്കെ 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 ഓക്കെ, പറയൂ ടീച്ചർ പറയൂ. എനിക്ക് തോന്നുന്നത് സമൂഹം കുഞ്ഞിനെ എങ്ങനെ വിലയിരുത്തും എന്ന് ആ മാതാപിതാക്കൾ ചിന്തിക്കുന്ന കൊണ്ടായിരിക്കാം. ഒന്ന്. രണ്ട്, ഇനി ആ കുഞ്ഞിനെ കാണിക്കണമെന്നുണ്ടെങ്കിലും തന്റെ ഫാമിലിയില് മുതിർന്ന ആളുകളുടെ ആ ഒരു സപ്പോർട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഇത്ര ഒരു ഫീൽഡിലോട്ട്. ഇതാണ് നമ്മുടെ ഒരു ചുറ്റുപാടിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. സ്കൂളിൽ നിന്ന് നമ്മൾ കുട്ടികളെ പാരന്റ്സിനോട് ഇങ്ങനെ കാണിക്കണം എന്ന് പറയുകയാണെങ്കിലും അവര് എന്റെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, അവര് ഇത് അതെ അവരത് മാനസികമായിട്ട് വൽക്കരിക്കുകയാണ്. കുട്ടിക്ക് എന്തോ സൈക്കോളജിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ സൈക്യാട്രിക് ഇഷ്യൂ ആയിട്ട് അവർ പരിഗണിക്കുന്നു. അതാണ് പ്രശ്നമായിട്ട് കാണുന്നത്. ടീച്ചർ പറഞ്ഞത് വളരെ ശരിയാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് ടീച്ചർ ഇപ്പോൾ നമ്മളുമായി പങ്കുവെച്ചത്. ഇതൊരു പരിച്ഛേദമാണ്. നമ്മുടെ സമൂഹം ഇപ്പോഴും കൗൺസിലിങ്ങിന് വിധേയമാക്കാൻ, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന്റെ ആവശ്യകത കുട്ടിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അതിന് മുതിരാറില്ലാത്തതിന്റെ കാരണമാണ് ഇപ്പൊ പറഞ്ഞത്. സത്യത്തിൽ അത്രമാത്രം ഇഷ്യൂസോ അത്രമാത്രമായിട്ട് അകറ്റി നിർത്തപ്പെടേണ്ടതോ വെറുക്കപ്പെടേണ്ടതോ മാറ്റി നിർത്തപ്പെടേണ്ടതോ ആയ ഒരു കാര്യമല്ല കൗൺസിലിംഗ് എന്ന് നമ്മുടെ സമൂഹമോ നമ്മുടെ മാതാപിതാക്കളോ എന്തിന് നമ്മുടെ ടീച്ചേഴ്സോ പോലും തിരിച്ചറിയുന്നില്ല. ഞാൻ ഒരനുഭവം പറയാം. ഞാൻ ഏറെക്കാലം, ഏതാണ്ട് ഒരു 11-12 വർഷക്കാലം ജോലി ചെയ്തത് മൂലമറ്റം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. ഹൈസ്കൂളിലെ മലയാള അധ്യാപകനായിരുന്നു. അവിടെ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു. ആ കൗൺസിലറിനെ വെച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ല, മറിച്ച് നമ്മുടെ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സാമൂഹ്യക്ഷേമ വകുപ്പായിരുന്നു ആദ്യം. അത് പിന്നീട് ഈ അടുത്ത കാലത്ത് വനിതാ ശിശുക്ഷേമ വകുപ്പ് എന്നും പറഞ്ഞുകൊണ്ട് മാറ്റിയിട്ടുണ്ട്. പലപ്പോഴും എനിക്കറിയാം, ഞാനൊരു 11 വർഷക്കാലം അവിടെ ജോലി ചെയ്ത സമയങ്ങളിൽ നമ്മുടെ ടീച്ചേഴ്സ് സ്റ്റാഫ് റൂമിലും മറ്റുമൊക്കെ പറയുന്ന സംസാരങ്ങളിൽ നിന്നും അല്ലാതെയും, അല്ലെങ്കിൽ പൊതുവായി നമ്മൾ സ്റ്റാഫ് മീറ്റിംഗിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്നൊക്കെ പറയുന്നത്, അങ്ങനെ അതിനു വേണ്ടിയിട്ട് കൗൺസിലർക്ക് ഇരിക്കാനും ആയിട്ടൊക്കെ അവിടെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രത്യേകമായ റൂമും സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അല്ലാതെ കൗൺസിലർ സ്റ്റാഫ് റൂമിലോ അല്ലെങ്കിൽ പബ്ലിക്കോ ആയിട്ടല്ല അവിടെ സംസാരിക്കാറോ ഇരിക്കാറോ ഉള്ളത്. ഒരിക്കലും അങ്ങോട്ടേക്ക് കുട്ടിയെ അയക്കുവാൻ ടീച്ചേഴ്സ് താല്പര്യപ്പെടാറില്ല. മാത്രമല്ല മാതാപിതാക്കളും താല്പര്യപ്പെടാറില്ല. കാരണം ഇതാണ്, ഇപ്പോ സസ്ന ടീച്ചർ പറഞ്ഞതാണ് അതിന്റെ കാരണം. ആ കുട്ടിയെ അങ്ങോട്ടേക്ക് അയക്കുകയാണെങ്കിൽ, അവിടെ കൗൺസിലറുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, ആ മുറിയിൽ കുറച്ചു നേരം ചെലവഴിക്കുകയാണെങ്കിൽ മറ്റുള്ള കുട്ടികളുടെയും ടീച്ചേഴ്സിന്റെയും മറ്റ് പേരൻസിനെ കാണുകയാണെങ്കിൽ തന്നെ അവരുടെ വിചാരം അവനെന്തോ മാനസികമായ രോഗമുള്ളത് കൊണ്ടോ മനോരോഗത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തോ വലിയ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടോ ഒക്കെയാണ് അങ്ങോട്ടേക്ക് കൗൺസിലർ വിളിപ്പിച്ചത് അല്ലെ അങ്ങോട്ടേക്ക് ചെന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിന് മുന്നിലുള്ളത്. ഇത് സത്യത്തിൽ മാറ്റപ്പെടേണ്ടതാണ്. ഇതൊരു നോർമലായിട്ടുള്ള ഒരു സംഭാഷണം. എന്തിനാണ് കൗൺസിലിംഗ്, എന്താണ് കൗൺസിലിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ വഴിയെ പറഞ്ഞു വരാം. പിന്നീട് ഇതിന്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് ഇപ്പോഴും നമ്മൾ അതിന്റെ ആവശ്യകതയെക്കുറിച്ച് അജ്ഞരാണ്, അല്ലെങ്കിൽ അറിവുണ്ടായിട്ട് പോലും അതിനെ മാറ്റി നിർത്തുകയാണ്, അകറ്റി നിർത്തുകയാണ്. നമുക്കറിയാം, ഞാനൊക്കെ ഇപ്പോൾ 56 വയസ്സായി. എന്റെയൊക്കെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത്, നിങ്ങളുടേതാണോന്ന് എനിക്കറിയാം, നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരു പേരന്റ്, അതായത് അച്ഛനോ അമ്മയോ ആരെങ്കിലും വരിക എന്ന് പറയുന്നത് സ്കൂളിലേക്ക് അന്നത്തെ കാലത്ത് വല്ലാത്തൊരു കുറച്ചിലാണ് കുട്ടിയെ സംബന്ധിച്ച്. എന്താണെന്നറിയാമോ?
അന്ന് ഈ പേരൻസ് ഒന്നും അങ്ങനെ സ്ഥിരമായിട്ട് സ്കൂളിൽ വരാറില്ല. ഇങ്ങനെ പേരൻസ് മീറ്റിംഗ് ഇല്ല. പേരൻസ് ക്ലാസ്, ഇപ്പൊ നമ്മൾ ക്ലാസ് പി ടി എ ഉണ്ട്, കോമൺ പി ടി എ ഉണ്ട്, പൊതുയോഗം ഉണ്ട്, അതൊക്കെ വളരെ നിർബന്ധമാണ്. പക്ഷെ അന്നത്തെ കാലത്തൊന്നും പേരൻസ് സ്കൂളിലേക്ക് വരാറില്ല. വന്നാൽ തന്നെ പലപ്പോഴും പേരൻസിനെ വിളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആര്? ടീച്ചേഴ്സ്, ക്ലാസ് ടീച്ചറോ ഹെഡ് മാസ്റ്ററോ. എന്തിനാ വിളിപ്പിക്കുന്നത്? ഇവന് എന്തോ കുഴപ്പം കാണിച്ചിട്ടുണ്ട്, അവന്റെ പഠനത്തിലായിക്കോട്ടെ, അല്ലെ മറ്റു പെരുമാറ്റങ്ങളിലായിക്കോട്ടെ, എന്തെങ്കിലും മറ്റു കുട്ടികൾക്ക് നിരക്കാത്ത രീതിയിൽ, അല്ലെ ടീച്ചേഴ്സിനെ അംഗീകരിക്കാൻ വയ്യാത്ത തരത്തിലുള്ള എന്തെങ്കിലും കുഴപ്പം കാണിച്ചവരെയാണ് സാധാരണഗതിയിൽ അങ്ങനെയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളാണ് സാധാരണഗതിയിൽ സ്കൂളിലേക്ക് വരുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, ഇന്ന് ഇപ്പൊ വന്നില്ലെങ്കിലാണ് കുഴപ്പം. അന്നത്തെ കാലത്തിൽ നിന്ന് എത്രമാത്രം മാറി. ഞാൻ 1984 SSLC പരീക്ഷ പാസ്സായി. അതിൽ നിന്ന് എത്രമാത്രം മാറിയിരിക്കുന്നു ഇന്നത്തെ അന്തരീക്ഷം. ഇന്നിപ്പോ പേരൻസ് വന്നില്ലെങ്കിലാണ് കുഴപ്പം. അന്ന് പേരൻസ് സ്കൂളിലേക്ക് ഇവന്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ ചെന്നാലായിരുന്നു കുഴപ്പം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നുണ്ടോ? കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പലരും കുറച്ചുകൂടി യങ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അന്നത്തെ കാലത്തെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പൊ ഇത് മാറിപ്പോയി. ഇപ്പൊ പേരൻസ് മീറ്റിങ്ങിന് വന്നില്ലെങ്കിലാണ് നമ്മൾ കുട്ടിയെ ശകാരിക്കുക. അന്ന് വന്നാലാണ് കുട്ടി ഏറ്റവും ഒറ്റപ്പെടുന്നത്. ഇന്നിപ്പോ വന്നില്ലെങ്കിലാണ് ഒറ്റപ്പെടുന്നത്. അപ്പൊ കാലം അങ്ങ് മാറി. എന്ന് പറഞ്ഞതുപോലെ കൗൺസിലേഴ്സിന്റെ ആവശ്യകത നമുക്കുണ്ട് എന്ന് ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ നമ്മൾ അതിനെ ഏതാണ്ട് ഒരേപോലെ വീട്ടുകാരും ടീച്ചേഴ്സും സമൂഹവും മാറ്റി നിർത്തുന്ന അവസ്ഥയാണ്. അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ അവർ ചെയ്യുന്ന പ്രവൃത്തി വളരെ വലുതാണ്. കാരണം കുട്ടിയുടെ എല്ലാ തരത്തിലുമുള്ള ഒരു ചേഞ്ചസിന്റെ സമയമാണ് ഒരു UP മുതൽ ഒരു +2 ലെവൽ വരെ. അവന്റെ ശാരീരികമായ വളർച്ച, മാനസിക വളർച്ച, അക്കാദമികമായ വളർച്ച, അവന്റെ ഭാവിയിലുള്ള കരിയർ ഡെവലപ്മെന്റ് തുടങ്ങിയവയ്ക്ക് ബേസ് ഇടേണ്ട ഒരു കാലഘട്ടമാണ് സത്യത്തിൽ ആ UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ലെവൽ. പക്ഷേ അക്കാലത്ത് അവനിലെ എല്ലാവിധ കഴിവുകളെയും, അവന്റെ ടേസ്റ്റുകളെ, അവന്റെ ആറ്റിറ്റ്യൂഡ്, അവന്റെ ഇൻട്രസ്റ്റ്, എബിലിറ്റി, പൊട്ടൻഷ്യൽ, ഇവയെല്ലാം കണ്ടറിയണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരമ്മയ്ക്കോ അച്ഛനോ, എന്തിന് ഒരു ടീച്ചറിന് പോലും പലപ്പോഴും സാധിച്ചെന്ന് വരികയില്ല. കാരണം ടീച്ചറിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ധാരാളമായ ഒരു കുട്ടിയെ മാത്രം അല്ലെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികളുടെ എണ്ണമൊക്കെ നമുക്കറിയാം. മാത്രമല്ല ഭാരിച്ച പല അക്കാദമികമായ ഉത്തരവാദിത്തങ്ങളും മറ്റ് വർക്കുകളൊക്കെ ധാരാളമുള്ള ടീച്ചേഴ്സാണ്. അവർക്ക് ഒരു തരത്തിലും ഒന്നിനും നേരം ഉണ്ടാകുകയില്ല. കുട്ടികളുടെ മറ്റ് കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു കൗൺസിലറിന്റെ ഹെൽപ്പ് എന്തുകൊണ്ട് തേടിക്കൂടാ? എന്റെ ഒരു കുട്ടിയെ ഒന്ന് സംസാരിക്കും, ഒന്ന് തുറന്ന് സംസാരിക്കും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമുക്ക് നമ്മുടെ ശാരീരികമായ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വേദന ഉണ്ടായി, നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആ വേദന മറ്റുള്ളവരോടൊന്ന് പറയും. അമ്മയോടോ അച്ഛനോടോ ടീച്ചറോടോ പറയും. നമ്മൾ എന്നിട്ട് അവർ പറയുന്ന പ്രകാരം അതൊന്ന് തടവി നിർത്തും ആ ഭാഗം, അല്ലെങ്കിൽ എന്തെങ്കിലും ലേപനം, എന്തെങ്കിലും ഓയിൻമെന്റോ മറ്റോ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ അത് പതുക്കെ തടകി ആ വേദന നമ്മുടെ മെന്റലി ഒരു ഫീലിംഗ് വേദന എന്തുകൊണ്ട് നമുക്ക് പങ്കുവെക്കപ്പെട്ടുകൂടാ? അതിന് എന്തുകൊണ്ട് നമുക്കൊരു ഇതേപോലെയുള്ള ഒരു തെറാപ്പി, ഫിസിയോതെറാപ്പിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല, പക്ഷെ മെന്റൽ തെറാപ്പി നമ്മൾ എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇപ്പോഴും നമ്മുടെ സമൂഹം അതിന് വികസനത്തിലേക്ക് ഇത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. വികസിത രാജ്യങ്ങളിൽ ഇത് സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ്. പക്ഷെ നമ്മുടെ സമൂഹം ഇപ്പോഴും ഇത്തരത്തിലുള്ള ഒരു മെന്റലി ഒരു തെറാപ്പി, ഒരു എന്താണ് പറയേണ്ട, ഒരു തലോടൽ അതിന് മുതിരുന്നില്ല. അവിടെയാണ് നമുക്ക് നല്ലൊരു കൗൺസിലറുടെ ആവശ്യം വരുന്നത്, നല്ലൊരു എഫക്റ്റീവ് കൗൺസിലർ അവരുടെ ആവശ്യം വരുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാണ്. കുട്ടികൾക്ക് എന്തൊക്കെ വിഷമതകൾ ഉണ്ടാവാം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത മുമ്പത്തെക്കാൾ അധികം സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഫൈസൽ സാർ പറഞ്ഞതുപോലെ, നമ്മുടെ പറഞ്ഞതുപോലെ വളരെ സങ്കീർണമായി കൊണ്ടിരിക്കുക. ഈ സങ്കീർണമായ ഈ ലോകത്ത് അവൾ
എന്തൊക്കെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് ഈ തിരക്കിനിടയിൽ, ടീച്ചേഴ്സിന് ഈ തിരക്കിനിടയിൽ, ജോലിക്കിനിടയിൽ ഇതൊക്കെ അന്വേഷിക്കാനോ കണ്ടെത്താനോ അവനെ ഒന്ന്, എന്താണ് നിന്റെ പ്രശ്നം, എന്താ നീ ഇന്ന് ഗ്ലൂമി ആയിരിക്കുന്നത്, എന്തു പറ്റി, തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പുറത്ത് തലോടി ഒന്ന് സംസാരിക്കാനോ സാധിക്കാതെ വരാറുണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമുക്ക് ഒരു മാനസികമായ തലോടലിന്റെ ആവശ്യകതയുണ്ട്. ഈ മാനസികമായ തലോടൽ സമയത്തിന് കിട്ടിയില്ലെങ്കിൽ, ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ദേഹത്തെ ഒരു ചെറിയ മുറിവ്, ആ മുറിവ് സമയത്ത് എന്തെങ്കിലും ഒന്ന് തലോടുകയോ എന്തെങ്കിലും ഒന്ന് ചെറിയ ലേപനം, ഓയിൻമെന്റ് എന്തെങ്കിലും പുരട്ടിയാൽ ചിലപ്പോൾ അത് അവിടെ കൊണ്ട് തീർന്നു പോകുന്നതായിരിക്കും. പക്ഷെ അത് ചെയ്യാതെ അത് അവഗണിച്ചുകൊണ്ട് പിന്നെയും ആ മുറിവുമായിട്ട് നടന്നു പോയി കഴിഞ്ഞാലോ ചിലപ്പോൾ അത് നമ്മുടെ മുതിർന്നവർ പറഞ്ഞതുപോലെ സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞതുപോലെ മാനസികമായിട്ടും ഉണ്ടാകുന്ന ഇത്തരം ചെറിയ ചെറിയ മുറിവുകളെ തുടക്കത്തിൽ കണ്ടറിഞ്ഞ് പതുക്കെ ഒരു തലോടൽ കൊണ്ട് ഒതുക്കാവുന്നത് ചിലപ്പോ അതിനും അപ്പുറത്തേക്ക് എന്തൊക്കെ ഭവിഷ്യത്തുകളിലേക്ക് എത്തിച്ചേരാം എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാവുന്നതാണ്. ഡ്രഗ് അഡിക്ഷൻ മുതൽ അങ്ങ് അവസാനം സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ നീങ്ങുന്ന ഒത്തിരി പ്രോസസ്സുകൾ അതിന്റെ പിന്നിൽ ചിലപ്പോൾ ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കൗൺസിലറിന്റെ സഹായം നമ്മൾ ഇനിയും ഉപേക്ഷിക്കാതിരിക്കുക. കാരണം അതിന്റെ ഒരു ആവശ്യകത നമുക്ക് തോന്നിയാൽ ഉപേക്ഷിക്കാതിരിക്കുക എന്നതാണ് എനിക്ക് ഇതിന്റെ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ഇപ്പോ വേറൊരു പ്രശ്നം കൂടി ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ മുമ്പ് ആരാ ചെയ്തുകൊണ്ടിരുന്നത്? അതോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാത്രമേ ഇത്തരം മാനസിക പ്രശ്നങ്ങൾ ഉള്ളൂ? മുമ്പ് ഇതൊന്നും പ്രശ്നങ്ങൾ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നോ? നിങ്ങളൊന്നും പറയൂ. ആര് പറയും? മുമ്പ് ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. മുൻകാലങ്ങളില് കൂട്ടുകുടുംബമായിരുന്നു. ഓക്കെ. അപ്പോ അവിടെ വരുന്ന പ്രശ്നങ്ങള് മുത്തശ്ശൻ, മുത്തശ്ശി, വല്യമ്മ, വല്യപ്പ, അതേപോലെ എല്ലാവരും കൂടി പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാർ. ഓക്കെ. ശരിയാ സാർ പറഞ്ഞത്. പഴയ കാലങ്ങളായിരുന്നുവെങ്കിൽ വീട്ടിലെ കുടുംബാംഗങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. മക്കൾ തന്നെ, സഹോദരങ്ങൾ തന്നെ വളരെയേറെ ഉണ്ടായിരുന്നു. ഇപ്പൊ 1-2 പേരിൽ നിന്നൊക്കെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു തണലും തലോടലും താങ്ങുമാകാൻ കുടുംബാംഗങ്ങൾ തന്നെ ധാരാളം ഉണ്ടായിരുന്നു. അത് മതിയാവുമായിരുന്നു. പക്ഷെ വന്ന് ന്യൂക്ലിയർ സിസ്റ്റത്തിലേക്ക്, ഫാമിലി സിസ്റ്റത്തിലേക്കൊക്കെ വന്നപ്പോൾ വീട്ടിലുള്ള ഓരോരുത്തരെ കാര്യങ്ങളും നോക്കാൻ തന്നെ പലപ്പോഴും സമയം തികയാതെ വരികയാണ്. ഇത് നമ്മുടെ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ഒരു വല്ലാത്തതായ ഈ ഒറ്റപ്പെടൽ പോലെയുള്ള ഒരവസ്ഥ. ആൾക്കാരുണ്ട് വീട്ടിൽ, 3-4 പേര് അംഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവൻ ഒരു ഒറ്റപ്പെടുന്ന ഒരവസ്ഥ. ഇത് വളരെ വലിയ ഒരു സങ്കീർണമായ ഒരു അവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുന്നു. പിന്നെ മറ്റൊരു കാരണം, ഇനി എന്തെങ്കിലും ഒരു കാരണം പറയാനുണ്ടോ? ഇപ്പൊ സാറ് പറഞ്ഞത് ശരിയാണ്. ഇന്ന് അന്നത്തേതിനേക്കാൾ കുടുംബങ്ങളുടെ എണ്ണം കുറഞ്ഞപ്പോഴത്തേക്ക് സഹായിക്കാൻ ആളില്ലാതെയായി. അതാണ് പറഞ്ഞതിന്റെ മറ്റൊരു കാരണം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം കേട്ടോ. ഇപ്പോൾ കുട്ടികളിൽ പറഞ്ഞോട്ടെ സാറേ. പറയൂ. ഇപ്പോൾ കുട്ടികളിലെ മൊബൈല്, കുട്ടികളിൽ മാത്രമല്ല പേരൻസിനായാലും മൊബൈലിന്റെ അതിപ്രസരം. ഇപ്പൊ വർക്ക് അറ്റ് ഹോം തുടങ്ങിയ കാലം തൊട്ട് വീട്ടിലിരുന്ന് മാതാപിതാക്കളും ജോലി ചെയ്യും, അല്ലെങ്കിൽ അവരും മൊബൈലില് ഓരോ കാര്യങ്ങൾ ചെയ്യും. കുട്ടികൾക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നി സ്ക്രീൻ സ്പേസ് ആയിരിക്കും അവിടെ ഉണ്ടായിരുന്നത് കൂടുതലും. അപ്പൊ അവിടെ സംസാരിക്കുന്നതിന്റെ അപര്യാപ്തത കുറവ് നല്ല രീതിയിൽ കുട്ടികളിൽ അഫക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വീടുകൾ അണുകുടുംബം എന്ന് പറഞ്ഞത് മെയിൻ ഒരു തന്നെ, അവർക്ക് പുറത്തേക്ക് പോലും വിടാത്തൊരു ആഫ്റ്റർ കോവിഡ് എന്ന് തന്നെ പറയാം. പുറത്തേക്ക് വിടുന്നില്ല കുട്ടികളെ എപ്പോഴും. അന്ന് മുതൽ കുട്ടികൾ 4 ചുവരിനുള്ളിലുള്ള ഒരു ജീവിതത്തിലേക്കാണ് പോകുന്നത്. അത് കുട്ടികളെ ഭയങ്കരമായിട്ട് ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ അവരിൽ ഉണ്ടാക്കുന്നത്. മാനസിക സമ്മർദ്ദം ആയാലും അവർക്കുള്ള ഇമോഷൻസ് കൂടുതൽ അവര് പറയുന്നതും സ്ക്രീനോട് തന്നെ ഉള്ള അവസ്ഥയാണ്. ഓക്കെ. ഗാഡ്ജറ്റ് അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ അല്ലെ? അതായത് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള മറ്റ് എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും നമ്മൾ ഒരു ലഹരിയായി മാറുന്ന, അല്ലെങ്കിൽ അതിന് അഡിക്റ്റ് ആകുന്ന. എന്തിന്? TV പോലും
നമ്മളിപ്പോ വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓഫീസൊക്കെ വിട്ട് ഒരു കുളിയോ ഒരു കാപ്പുകുടിയോ ഒരു ഒക്കെ കഴിഞ്ഞാൽ ആദ്യമേ ടിവിയുടെ റിമോട്ടാ തപ്പുന്നു. ചിലപ്പോൾ ടിവിയുടെ റിമോട്ടിന് വേണ്ടി കുടുംബാംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോ വാഗ്വാദങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. ഇതെല്ലാം ആ അഡിക്ഷന്റെ ഭാഗമാണ്. ശരിയാണ് ആ പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ ഒരു 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 മൊബൈലെങ്കിൽ മൊബൈൽ, ടി വി എങ്കിൽ ടി വി, അതിന്റെ അകത്തേക്ക് ഒതുങ്ങി കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ടൊന്നും പങ്കുവെക്കപ്പെടുന്നില്ല. നമ്മുടെ വേദന എന്താ, നമ്മുടെ വിഷമത എന്താ, അവൻ എന്തെങ്കിലും കുട്ടിക്ക് മറ്റെന്തെങ്കിലും തരത്തില് ഉള്ള ഒരു ചേഞ്ചസ് ഇന്നലത്തിൽ നിന്ന് ഇന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കാനുള്ള സമയം മാതാപിതാക്കൾക്കും കിട്ടുന്നില്ല. ഇത് മറ്റൊരു കാരണമാണ്. ഇപ്പൊ 2 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു, വളരെ ശരിയാണ്. അതുപോലെ തന്നെ അതിനേക്കാൾ ഒക്കെ ഇത് പ്രധാനപ്പെട്ടതല്ല എന്നതല്ല, മറിച്ച് ഒരു വല്ലാത്ത തരത്തിലുള്ള അറിവിന്റെ വിസ്ഫോടനം. നമ്മൾ പറയാറുണ്ട് വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലം എന്നൊക്കെ പറയാറുണ്ട്. അറിവിന്റെ ഒരു പ്രളയകാലത്താണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. കാരണം അറിവ് 1 by 1 ആയിട്ട് ഇങ്ങ് വന്ന് കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക. അത് കിട്ടാനോ, നേരത്തെ ഫൈസൽ സാറ് പറഞ്ഞതുപോലെ അധികം പാടൊന്നുമില്ല. ഒരു AI-യുടെ ഇത് മതി, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. എന്തിനെക്കുറിച്ചും, നല്ലതിനെക്കുറിച്ചും ചീത്തയെക്കുറിച്ചും എന്തിനെക്കുറിച്ചും അറിവ് വിരൽ തുമ്പിൽ കിട്ടുന്ന ഒരു കാലം തന്നെയാണിത്. അത് ഓരോ കുട്ടിയുടെയും ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്കും അപ്പുറം, എന്ന് വെച്ചാൽ അവനും താങ്ങാവുന്നതിനപ്പുറം ഉള്ള അറിവ് അവനിലേക്ക് കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് അവന് തന്നെ നിശ്ചയമില്ലാത്ത ഒരവസ്ഥ. ഈ മഹാപ്രളയത്തില് ഒരു പിടി ഒരിടത്തുമില്ലാത്ത ഒരവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയിൽപ്പെട്ടു പോവുകയാണ് കുട്ടികൾ. ഇവിടെ സഹായത്തിന് ഒരു പക്ഷേ മറ്റൊരാൾക്ക് സഹായത്തിന് പോലും എത്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യം മാറിപ്പോകുന്നു. അതും പ്രശ്നങ്ങൾ സങ്കീർണമാക്കപ്പെടുന്നതിന്റെ ഒരു കാരണമാണ്. നമ്മൾ ഓരോന്ന് അറിയുന്നത് പതുക്കെ അല്ല അറിയുന്നത്. ഇപ്പോ എല്ലാം കൂടി ഒരു UP വിദ്യാർത്ഥി കോളേജ് ലെവലിലുള്ള കാര്യം അത്രയും ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ അത്രയും അറിവിന്റെ ഒരു വല്ലാത്ത സ്ഫോടനത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അത് അവൻ്റെതായ ക്രോണോളജിക്കൽ ഏജിനനുസരിച്ച്, മെന്റൽ ഏജിനനുസരിച്ചല്ല അവന് കിട്ടുന്നത്. അതിനും അപ്പുറമായത് അവനിലേക്ക് ഡംപ് ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറി. ഇവിടെ കുട്ടികളുടെ മാനസികമായ പ്രശ്നങ്ങൾ ഒന്നിനൊന്നിന് രൂക്ഷമാവുകയാണ്. അത് നേരിടുന്നതിന്, പരിഹരിക്കുന്നതിന് മാതാപിതാക്കൾക്ക് ഒരു പക്ഷേ കഴിഞ്ഞൊന്നും വരില്ല. എന്തിന് ടീച്ചേഴ്സിന് പോലും കഴിഞ്ഞൊന്നും വരില്ല എന്നാണ് അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഏതാണ്ട് ഒരു 1990 ശേഷമുള്ള, നമുക്കറിയാം അമേരിക്കൻ സാങ്കേതിക വിദഗ്ധനായ മാർക്ക് പ്രസൻസ്കി ഈ നമ്മുടെ നിലവിലുള്ള തലമുറയെ തന്നെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ അത് കേട്ടിട്ടുള്ളതായിരിക്കും. അതായത് ഡിജിറ്റൽ കാലത്ത് തന്നെ ജനിച്ച് വളർന്നു വന്ന കുട്ടികൾ, അവരാണ് ആൾക്കാർ. അത് നമ്മുടെ മുമ്പിലിരിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ അങ്ങനെയുള്ളവരാണ്. ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് വേണമെങ്കിൽ അവരെ വിളിക്കാം. അങ്ങനെയാണ് അദ്ദേഹം അതിനെ വിളിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ സ്വദേശി, ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന് ഇപ്പോൾ ജീവിക്കുന്നത്. എന്നാൽ എന്നെ പോലെയുള്ള കുറച്ചു പേരുണ്ട് ഡിജിറ്റൽ യുഗത്തിന് മുമ്പ് ജനിച്ചവർ, ഡിജിറ്റൽ യുഗത്തിന് മുൻപ് ജനിച്ചവർ, ഏതാണ്ട് 1990 മുമ്പ് ജനിച്ച ആൾക്കാരെ അങ്ങനെ വേണമെങ്കിൽ വിളിക്കാം. ഡിജിറ്റൽ യുഗത്തിന് മുമ്പ് ജനിക്കുകയും ഈ യുഗത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർ, അവർ ഡിജിറ്റൽ ഇമിഗ്രേറ്റ്സ് ആണ്. അതായത് ഈ കാലത്ത് കുടിയേറപ്പെട്ടവരാണ്, കുടിയേറിയവരാണ്. അന്ന് ജനിച്ചു, ഇന്ന് ഈ കാലത്ത് ജീവിക്കുന്നു, അങ്ങനെ കുടിയേറിയവരാണ്. അപ്പോൾ അന്നത്തെ കുടിയേറിയവരായതുകൊണ്ട് അവർക്ക് സ്വദേശികളെ പോലെ, ഡിജിറ്റൽ നേറ്റീവ്സിനെ പോലെ ഇവിടുത്തെ എല്ലാ ഭൂമികയും ഈ ഡിജിറ്റൽ യുഗത്തിലെ ലോകത്തിലെ എല്ലാ വശങ്ങളെക്കുറിച്ചും അത്ര ഗ്രാഹ്യമൊന്നും ഉണ്ടാകുകയല്ല. അവർ തപ്പി കണ്ടുപിടിക്കണം. എവിടെയാണ്, എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് സ്വദേശി അങ്ങേ അറ്റത്തെത്തിക്കഴിയും. എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ മാതാപിതാക്കളെക്കാൾ മുൻപേ നടക്കുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിയും. അപ്പോൾ ഇന്നലെ തന്നെയായാലും എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഇന്നലെ എൻ്റെ ലാപ്ടോപ്പിലെ PDF ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു സെക്കൻഡിനകം നമ്മൾ നോക്കി സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് തിരിച്ച് അത് അപ്പോഴേ ഡൗൺ ആയിപ്പോ, തിരിച്ച് ആ ഫയലിലേക്ക് തന്നെ തിരിച്ചു പോവുക, ഫോൾഡറിലേക്ക് തന്നെ തിരിച്ചു പോകും. ഞാൻ 2-3 പ്രാവശ്യം നോക്കി, പിന്നെ നോക്കി, മനസ്സിലാകുന്നില്ല. അപ്പൊ മോള് ഇവിടെ ഇല്ല, അവളിപ്പോ BHMS-ന് തിരുവനന്തപുരത്ത് പഠിക്കുകയാണ്. വൈകുന്നേരം വിളിച്ചപ്പോഴത്തേക്ക് മോളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, മോളെ ഇതിങ്ങനെ തിരിച്ചു പോകുന്നില്ല, ഇതെന്താ സംഭവം? അവൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഫോണിൽ പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, അഡോബ് റീഡർ ഇപ്പോ ഫ്രീ അല്ല,
നമുക്കുള്ളത് അഡോബ്. അതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിൽ ഓപ്പൺ വിത്ത് കൊടുത്തിട്ടും ഓപ്പൺ ചെയ്തു. അപ്പൊ അവൾ അവിടെ നിന്ന് പറഞ്ഞു തന്നു. ഞാൻ വീണ്ടും നോക്കി, ഓപ്പൺ വിത്ത് കൊടുത്ത് പിന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഓപ്പൺ വിത്തിനകത്ത് ക്രോം ഉണ്ട്, വേറെ മോസില്ല ഉണ്ട്. അപ്പൊ അങ്ങനെ തുറന്നപ്പോഴത്തേക്ക് അത് സ്റ്റില്ലായി നിൽക്കുന്നു. അപ്പൊ നോക്കൂ, ഞാൻ അവളുടെ പിതാവാണെങ്കിലും എനിക്കറിയാത്ത കാര്യമാണ് അവൾ എനിക്ക് പറഞ്ഞു തന്നത്. ഇത് തന്നെയാണ് ഒട്ടുമിക്ക വീടുകളിലും നടക്കുന്നത്, ഒട്ടുമിക്ക ക്ലാസ് മുറികളിലും നടക്കുന്നത്. നമ്മുടെ കുട്ടികളെക്കാൾ പിന്നിലാണ് ടീച്ചേഴ്സും പേരൻസും. എനിക്ക് പിന്നെയും അനുഭവങ്ങളുണ്ട്. ഞാൻ ഹൈസ്കൂളിൽ അധ്യാപകനായിരിക്കുന്ന കാലത്താണ് സ്മാർട്ട് ക്ലാസ് റൂം എന്ന് പറയുന്ന സംവിധാനം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എല്ലായിടത്തും കൊണ്ട്. അവിടെ പ്രൊജക്ടർ സ്ഥാപിച്ചു, ലാപ്ടോപ്പ് സ്ഥാപിച്ചു, അത് വെക്കാനുള്ള സ്ഥലങ്ങൾ സ്ഥാപിച്ചു, എല്ലാം സ്ഥാപിച്ചു. അവിടെ ഇത്തരത്തില് അത് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ അപരിഷ്കൃതരായി മാറും, നമ്മൾ കാലത്തിനൊപ്പം സഞ്ചരിക്കാത്തവരായിരിക്കും. അപ്പൊ ഉപയോഗിക്കാൻ ടീച്ചേഴ്സ് നിർബന്ധിതരായി. പക്ഷെ ഉപയോഗിക്കാനുള്ള വശമോ അതിന് അത്രമാത്രം ഇല്ലതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? എളുപ്പത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കുട്ടിയെ അതങ്ങ് ചുമതലപ്പെടുത്തിയിരിക്കുക. ഞാൻ വരുമ്പോഴത്തേക്ക് ലാപ്ടോപ്പ് തുറന്ന് പിന്നെ സ്മാർട്ട് പിന്നെ ഇതെല്ലാം റെഡിയാക്കി വെച്ചേക്കും. ഇതായിരുന്നു അവസ്ഥ. സമയം ലാഭിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മുടെ കഴിവുകേടിനെ മറച്ചു പിടിക്കാനും കൂടെയുള്ള ഒരു ഉപായമായിരുന്നു. അപ്പൊ നമ്മളെക്കാൾ മുമ്പേ നമ്മുടെ കുട്ടികൾ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഡിജിറ്റൽ ഇമിഗ്രേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ മാറി. നമ്മുടെ കുട്ടികൾ ഡിജിറ്റൽ നേറ്റീവ്സ് ആണ്. അവർക്ക് ഈ വിജ്ഞാന വിസ്ഫോടനത്തിൽ അവർ ബഹുദൂരം നമ്മളെക്കാൾ മുമ്പിലായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒന്നാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വീടുകളിൽ ഒരു പുതിയൊരു ഫോൺ വാങ്ങിച്ചാൽ അതിന്റെ ഒരു യൂസിനെ കുറിച്ച് നമ്മൾ ആദ്യം ചോദിക്കുന്നത് നമ്മുടെ കുട്ടികളോടായിരിക്കും. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ടോ? ഹലോ, തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ അങ്ങനെ വരുന്നത്? നമുക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കുട്ടികൾക്ക് അറിയുന്നു. മാതാപിതാ ഗുരു ദൈവം എന്നതിനൊക്കെ മാറിയിട്ട് ഇപ്പൊ ഗൂഗിൾ ദൈവം എന്ന് പറയുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികൾ അറിവിന്റെ കാര്യത്തിൽ വളരെ മുൻപേ ആണ്. പക്ഷേ ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുടെ കാര്യത്തിലും അവർ മുൻപിലാണ്. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിന് സാധാരണഗതി ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ടീച്ചേഴ്സിനോ പേരൻസിനോ ചെയ്യാൻ സാധിക്കാത്ത ഹെൽപ്പ് ഒരു പ്രൊഫഷണൽ കൗൺസിലർക്ക് ചെയ്യാൻ സാധിക്കും, ഒരു എഫക്റ്റീവ് കൗൺസിലർക്ക് ചെയ്യാൻ സാധിക്കും. ഒരു കൗൺസിലർ നല്ലൊരു ഹെൽപ്പറായിരിക്കും. അതിന് നമ്മളിപ്പോ നമുക്ക് എല്ലാം തൊഴിലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും ഒരു കൗൺസിലർ എപ്പോഴും കുറച്ചുകൂടി, ഇപ്പൊ പണ്ടൊക്കെ പറയുമായിരുന്നു അർപ്പണം ടീച്ചേഴ്സ് എന്നൊക്കെ പറയുമായിരുന്നു. അവിടെയൊക്കെ എണ്ണം ഒന്നിനൊന്നിനൊന്നിന് കുറഞ്ഞു വരികയാണ്. ഇരിക്കുന്ന ടീച്ചേഴ്സിനെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, കാലത്തിന്റെ ഒരു മാറ്റത്തിന്റെ ഒരു ഭാഗമാണ്. അതെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. അപ്പൊ കൗൺസിലർ നല്ലൊരു ഹെൽപ്പർ ആയിരിക്കും. അവർക്ക് വളരെ ഡെഡിക്കേറ്റഡ് ആയിരിക്കും. കുട്ടിയെ തൊട്ടറിയുന്ന, നമ്മൾ നേരത്തെ സാറ് പറഞ്ഞ ഒരു ലിസണർ ആയിരിക്കണമെന്ന്. ചെവി കൊണ്ടല്ല കേൾക്കേണ്ടത്, മറിച്ച് മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് കേൾക്കുന്നവരായിരിക്കണം അവർ. നല്ലൊരു കൗൺസിലർ അങ്ങനെയായിരിക്കണം. ഹൃദയം കൊണ്ടാണ് അവർ കേൾക്കേണ്ടത്. ഹൃദയവും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനാണ്. അല്ലാതെ പറയുന്നത് കേൾക്കുന്നു, അത് ചെവി കൊണ്ട് കേൾക്കുന്നു, അതൊരു ഫിസിക്കലി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. മറിച്ച് ഒരു മെന്റലി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അവിടെ നടന്നിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു കൗൺസിലർ എഫക്റ്റീവ് ആകൂ. എങ്കിൽ മാത്രമേ ഒരു ഹെൽപ്പർ എഫക്റ്റീവ് ആവുകയുള്ളൂ. ആർക്കും ആരെയും സഹായിക്കാം, പക്ഷേ ഒരു എഫക്റ്റീവ് ഹെൽപ്പർക്ക് മാത്രമേ എഫക്റ്റീവായി ഹെൽപ്പ് ചെയ്യാൻ സാധിക്കൂ. അതുപോലെ തന്നെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കൗൺസിലർ ഈ പറഞ്ഞതുപോലെ മനസ്സുകൊണ്ട് കേൾക്കുന്ന, ഹൃദയം കൊണ്ട് കേൾക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ നമുക്ക് ഏതാണ്ട് കൗൺസിലിങ്ങിന്റെ ആവശ്യകത ബോധ്യമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് എന്താണ് കൗൺസിലിംഗ്? നമ്മുടെ സമൂഹം കൗൺസിലിങ്ങിനെ ആവശ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാം. ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ യെസ്, ആവശ്യപ്പെടുന്നില്ല എങ്കിൽ നോ. ഒന്ന് കമന്റ് ചെയ്യും. ഇനിയെങ്കിലും നമ്മുടെ കൗൺസിലിങ്ങിനെ ആവശ്യപ്പെടുന്നുണ്ടോ? ഇനിയെങ്കിലും സമൂഹം അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് വീട്ടിലെ കുട്ടികൾ മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞു, മറിച്ച് എല്ലാത്തരം കുട്ടികളെയുമാണ്, സ്കൂളിലെ കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. യെസ് ആമിന യൂസഫ്, യെസ് വൈ ടു, യെസ് ആവശ്യപ്പെടുന്നുണ്ട്, തീർച്ചയായിട്ടും ആവശ്യപ്പെടുന്നുണ്ട്.
ഓക്കെ 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 ഓക്കെ. അപ്പൊ അവർക്ക് എല്ലാ തരത്തിലുമുള്ള മാനസികവും ശാരീരികവും വിദ്യാഭ്യാസ സംബന്ധവുമായിട്ടുള്ള സാർ മ്യൂട്ടായി പോയല്ലോ. നിറവേറ്റപ്പെട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ഒന്ന് ആദ്യമേ ഓർക്കുക. ഓർത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ ഒരു കൗൺസിലറിനെ തപ്പിപ്പോകും. ഇനി മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കാം. നിങ്ങളുടെ സാമീപ്യത്തിൽ, നിങ്ങളുടെ അറിവിൽ, നിങ്ങളുടെ അകലത്തിൽ, നിങ്ങളുടെ സ്കൂളിലോ വീടിന്റെയോ അറിവിൽ നിങ്ങൾക്ക് ഒരു കൗൺസിലറിന്റെ സേവനം ലഭ്യമാണോ? എസ് എങ്കിൽ വൈ, നോ എങ്കിൽ എൻ. ലഭ്യമാണോ? കൗൺസിലറിന്റെ ആവശ്യകത നിങ്ങൾക്ക് ലഭ്യമാണോ? നിങ്ങൾക്ക് നോ. യെസ്, മൻസൂർ സാർ പറഞ്ഞു നോ. ഉണ്ട്. ഓക്കെ ഓക്കെ, നോ. ഓക്കെ, സ്കൂളിലുണ്ട്. ഓക്കെ 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 ഓക്കെ. യെസ്, നമ്മുടെ യെസ്, നോ. മനസ്സിലാകുന്നു. ഓക്കെ, നമുക്ക് ഇപ്പോഴും കൗൺസിലറിന്റെ ദൗർലഭ്യം നേരിടുന്നുണ്ട്. നല്ലൊരു കൗൺസിലർ എല്ലാ ദൗർലഭ്യം നേരിടുന്നുണ്ട്. നമ്മുടെ എല്ലാത്തരം വിദ്യാഭ്യാസ കമ്മിറ്റികളും കമ്മീഷനുകളും, അങ്ങ് കോത്താരി കമ്മീഷൻ മുതൽ വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്ന ഒന്നാണ്, ടീച്ചേഴ്സിനോടൊപ്പം തന്നെ കുട്ടികളെ സേവിക്കാൻ ഒരു കൗൺസിലറിന്റെ ആവശ്യകത. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, മുൻകാലങ്ങൾ മുതലേ ഇതിന്റെ ആവശ്യകത പറയുന്നുണ്ട്. പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ തന്നെ ഇതും അതിനപ്പുറവും ഇപ്പൊ കടന്നു കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഇപ്പോഴാണ് നമ്മുടെ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ തന്നെ അടിവരയിട്ട് പറയുന്ന ഒന്നാണ് സ്കൂൾ കൗൺസിലറിന്റെ ആവശ്യകതയെ. കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്കൂൾ കൗൺസിലറിന്റെ ആവശ്യകതയുണ്ട്. അത് പറഞ്ഞു വെക്കുന്നതാണ്. ഓക്കെ, സമയം നീണ്ടുപോകുന്നു. ഞാൻ അതുകൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഇനി നമുക്കിപ്പോ കൗൺസിലിങ്ങിന്റെ ആവശ്യമുണ്ട്. കൗൺസിലറുടെ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. ഇനി ഇത് ഗൈഡൻസും കൗൺസിലിങ്ങും ഒന്നാണ്. അതിലേക്ക് നമുക്കൊന്ന് കടക്കാം. കൂടുതൽ നീണ്ടുപോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒന്ന് ചുരുക്കി മറ്റൊരു ഭാഗത്തിലേക്ക് കടക്കുന്നത്. അല്ല, രണ്ടും രണ്ടാണ് അല്ലേ? കൗൺസിലിങ്ങും ഗൈഡൻസും രണ്ടും രണ്ടാണ്. എന്താണ് ഗൈഡൻസ് എന്ന് പറയുന്നത്? ഹെൽപ്പ് അച്ചീവ് ചെയ്യാനുള്ള ഗോൾ അച്ചീവ് ചെയ്യാനുള്ള അങ്ങേയറ്റത്തെ ഒരു ഹെൽപ്പാണ്. പക്ഷേ കൗൺസിലിംഗ് എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ കണ്ടെത്തലാണ്. എന്താണ് മാനസിക പ്രശ്നങ്ങൾ, എന്താണ് ശാരീരികമായ പ്രശ്നങ്ങൾ, എന്താണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഇന്റലക്ച്വൽ ആയിട്ടുള്ള അതിന്റെ പ്രശ്നങ്ങൾ, അത്തരം പ്രശ്നങ്ങൾ കണ്ടെത്തലാണ് കൗൺസിലിംഗിലൂടെ നടത്തപ്പെടുന്നത്. അതിനും അപ്പുറമുള്ള കാര്യങ്ങളാണ് ഗൈഡൻസിലേക്ക് കടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ഗൈഡൻസും അതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് കൗൺസിലിംഗുമാണ്. എന്തായാലും ശരി, എങ്ങനെയായാലും ഓക്കെ 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 മധുസാർ ഒരു നീണ്ട ഒരു ഇത് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ സമൂഹം കാണുന്നത് അങ്ങനെ പോകുന്ന കുട്ടികളെ വേറൊരു രീതിയിലാണ്. ഇത് നമ്മൾ നേരത്തെ ആ തുടക്കത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു പോയി സാർ. അത് നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ഓക്കെ ഓക്കെ, എന്നാലും സാറിന്റെ റെസ്പോൺസ് കൊള്ളാം. അപ്പൊ അങ്ങനെ ഒരു ഗോൾ ഉണ്ട്. ആ ഗോളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ്, അതിന് നമ്മൾ അങ്ങേയറ്റം വരെ സഹായിക്കുന്നതാണ് ഗൈഡൻസ്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ വിവിധങ്ങളായ സ്റ്റെപ്പുകളാണ്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് ധാരാളം പറയാനുണ്ട്. ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് വേറൊരു സെഷൻ തന്നെ വേണ്ടി വരും. ഇപ്പൊ തന്നെ കൗൺസിലിംഗിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കവർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. അതാണ് വേറൊരു പ്രശ്നം. ഇനി ഞാനത് അവിടെ ചുരുക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഒറ്റപ്പെട്ട തരത്തിലുള്ള ഒരു കൗൺസിലിങ്ങിനോടൊപ്പം തന്നെ, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പേഴ്സണൽ കൗൺസിലിങ്ങിനോടൊപ്പം തന്നെ നമുക്ക് എത്രയോ തരത്തിലുള്ള ഗ്രൂപ്പ് കൗൺസിലിംഗ് നമുക്ക് നടത്താം. എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് നമുക്ക് നടത്താം സ്കൂളുകളിൽ. അതുപോലെ തന്നെ കുട്ടികളുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൊക്കേഷണൽ കൗൺസിലിംഗ് നമുക്ക് നടത്താം. ഇതുപോലെ എത്രയോ തരത്തിലുള്ള കൗൺസിലിങ്ങിന് നമുക്ക് നടത്താവുന്നതാണ്. നമ്മുടെ ടീച്ചേഴ്സ് ഇനിയെങ്കിലും, ഇപ്പൊ ടീച്ചേഴ്സ് ആയിട്ടുള്ളവർ ഉള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, അത്തരം കാര്യങ്ങൾ നമ്മുടെ സ്റ്റാഫ് മീറ്റിംഗ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫംഗ്ഷനുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു തരത്തിലുള്ള കുട്ടികളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാൻ, കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ,
അവന്റെ ഇൻട്രസ്റ്റുകളെ, അവന്റെ കുറവുകളെയല്ല നമ്മൾ അവിടെ കണ്ടെത്തുന്നത്. അത് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. കൗൺസിലിങ്ങിലൂടെ കണ്ടെത്തുന്നത് അവന്റെ കുറവുകളെയല്ല, അവന്റെ കഴിവുകളെയാണ്, അവന്റെ എബിലിറ്റികളെ, അവന്റെ പൊട്ടൻഷ്യലുകളെ കണ്ടറിഞ്ഞുകൊണ്ട് അവന് കുറച്ചുകൂടി മുൻപോട്ട് പോകാനുള്ള ഒരു 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 ഹെൽപ്പാണ്, ഒരു താങ്ങാണ് സത്യത്തിൽ നമ്മൾ നടത്തേണ്ടത്. ഇനി കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾ പരിഹരിക്കാനുള്ള ഒരു മാർഗവും അവന് നിർദ്ദേശിച്ചു കൊടുക്കുക. ഇതാണ് നമ്മൾ കൗൺസിലിങ്ങിലൂടെ ചെയ്യുന്നത്. അതൊരു ലോങ് ടേം പ്രോസസ് ആയിട്ടും ചിലപ്പോൾ മാറിയേക്കാം. കാരണം ചിലപ്പോൾ ചില കാര്യങ്ങളിലൊന്നും നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ള അല്ലെങ്കിൽ 1-2 സിറ്റിങ്ങിലോ ഒന്നും തന്നെ നമുക്ക് തീർക്കാൻ സാധിച്ചെന്ന് വരികയല്ല. അതുകൊണ്ട് ചിലപ്പോൾ അതൊരു ലോങ് ടേം പ്രോസസ് ആയിട്ടും മാറാം. ഇതൊക്കെയാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാവുന്നത്. പിന്നെ ഒരു ചോദ്യം ഒരു പക്ഷേ നിങ്ങളുടെ മുൻപിൽ ഉണ്ടാകാവുന്നത്, ഈ ടീച്ചേഴ്സ് ഒക്കെ ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ പണ്ടൊക്കെ സ്കൂൾ സെലക്ട് ചെയ്യുന്നത് നല്ല ടീച്ചേഴ്സ്, നല്ല വിജയ ശതമാനം, നല്ല അധ്യാപകർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇനി സ്കൂൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു കൗൺസിലർ ഉണ്ടോ? നമ്മുടെ കേന്ദ്രീയ വിദ്യാലയം, നവോദയ വിദ്യാലയം തുടങ്ങിയിട്ടുള്ളിടത്തെല്ലാം തന്നെ ധാരാളം കൗൺസിലർമാരുണ്ട്. അവിടെ എല്ലാം കൗൺസിലിംഗ് പോസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം അബ്രോഡ് പോകുന്ന കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്, അതിന് കൗൺസിലർമാരുണ്ട്. നമ്മുടെ പിന്നെ കോച്ചിങ് എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങളിൽ കൗൺസിലർമാരുണ്ട്. ഇവിടെ ഇതെല്ലാം തന്നെ അവരുടെ മാനസികമായ പിരിമുറുക്കം ഏറ്റവും കൂടുതലായിരിക്കുമല്ലോ, നമുക്കറിയാം. അതായത് ആ വശത്തിലേക്ക് കടക്കുന്നില്ല. നമ്മൾ സ്കൂൾ കൗൺസിലിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ എല്ലാം ഇതുള്ളതാണ്, അവിടെയെല്ലാം അത് അംഗീകരിക്കപ്പെട്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ സ്കൂൾ ലെവലിലേക്ക് വരുമ്പോൾ അത് അംഗീകരിക്കപ്പെടുന്നില്ല? അപ്പൊ അതുകൊണ്ട് നമുക്ക് തന്നെ അതിനൊരു ഒരു 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 ചേഞ്ച്, അതൊരു നോർമൽ കേസാണ്, നോർമൽ സാധനമാണ്. ഇതൊരു മാനസിക രോഗത്തിനുള്ള ചികിത്സയല്ല. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ അത്തരം കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് വേറെ തെറാപ്പികളും സൈക്യാട്രിസ്റ്റുകളൊക്കെ ഉണ്ട്, അവരെയാണ് അതൊക്കെ ചെയ്യുന്നത്. ആ ലെവലിലേക്കല്ല നമ്മൾ പോകുന്നത്. നമ്മൾ നമ്മുടെ കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളെയും കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൗൺസിലിംഗ് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോ ചുരുക്കുകയാണ്. ഇവിടെ സമയത്തിന്റെ കുറവ് കൊണ്ട് ചുരുക്കുകയാണ്. പങ്കെടുത്ത് റെസ്പോൺസ് ചെയ്ത ശ്രദ്ധ ഇതെല്ലാം കേട്ട എല്ലാവർക്കും നന്ദിയുണ്ട്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു സെഷനിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും. ഓക്കെ, നന്ദി. താങ്ക് യു നജീബ് സാർ. സന്തോഷം. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സ്റ്റുഡൻസ് കൗൺസിലിംഗ് എന്നുള്ളത്. കാരണം നമ്മളുടെ പിന്നെ ഇതിനോടനുബന്ധിച്ച് നമ്മുടെ ട്രെയിനർ സ്റ്റോക്കിൽ തന്നെ വന്നത് കുറച്ച് അധികം പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പിന്നെ ദിവസം നമ്മൾ ഞായറാഴ്ച നടത്തിയത് ബാക്ക് ടു സ്കൂൾ എന്നുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. അപ്പോൾ റസിയ മാം ആയിരുന്നു അന്ന് സംസാരിച്ചത്. അപ്പോൾ സ്കൂൾ തുറക്കുന്ന ഒരു സാഹചര്യവും കൂടി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു കൗൺസിലിങ്ങിന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസക്തി ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഇവിടെ സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്കൂളുകളിലും ഒരു സ്റ്റുഡൻസ് കൗൺസിലർ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് പുതിയ ചട്ടപ്രകാരമുള്ള ഒരു നിയമം നമ്മളിലേക്ക് കടന്നു വരുന്നത്. മാത്രമല്ല സ്ഥിരമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നടത്തണം. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ തന്നെ എൻ്റെ മകന്റെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂൾ തുറക്കുന്ന ദിവസം എല്ലാ സ്കൂളുകളിലും ഒരു ക്ലാസ് നിർബന്ധമാണ്. ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 40 മിനിറ്റോ നിർബന്ധമാണ്, അവർക്ക് നടത്തുക എന്നുള്ള ഒരു നിർബന്ധമാണ്. അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിയമങ്ങളൊക്കെ നമ്മളിലേക്ക് വരുന്നു. അപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പൊതുവേ ഒരു സ്വഭാവമുണ്ട്. ഇപ്പൊ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പറയാം അത് മാറിക്കോളും എന്നുള്ളൊരു ഒരു പ്രകൃതം നമുക്കുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഒറ്റമൂലിയൊക്കെ കഴിച്ചിട്ട് ഇത് എങ്ങനെയെങ്കിലുമൊക്കെ മാറിക്കോളും എന്നുള്ള ഒരു വിചാരമുണ്ട്. ഇതേപോലെ തന്നെ കുട്ടികൾക്ക് കാണപ്പെടുന്ന പല വിധത്തിലുള്ള കാര്യങ്ങളും ഇത് മാറിക്കോളും എന്നുള്ള ഒരു ചിന്തയോടുകൂടി തന്നെ ഇനി നമുക്ക് സമീപിക്കാൻ കഴിയില്ല. സംസാരം റെഡി അല്ലെങ്കിൽ അത് മാറിക്കോളും. അപ്പൊ ആരെങ്കിലും നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്ത് അവരോട് പറയാൻ സമയം അത് നമ്മുടെ മൂത്താപ്പാടെ മകൻ അവൻ ആദ്യം അങ്ങനെ തന്നെയായിരുന്നു, പിന്നെ പിന്നീട് അവൻ വലുതായപ്പോ റെഡി ആയി എന്ന് പറയും. അപ്പൊ ഇവര് പ്രതീക്ഷിക്കും ഇത് അതേപോലെ തന്നെ ആയിരിക്കും, മാറും എന്നൊക്കെയുള്ള പ്രതീക്ഷയോടും ഇരിക്കും. അപ്പൊ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് എല്ലാ കുട്ടികളും ഒരേപോലെയല്ല. ഓരോ കുട്ടികളും വളരുന്ന സാഹചര്യങ്ങൾ, അവർക്ക് കിട്ടുന്ന ന്യൂട്രീഷൻസ്, അവർക്ക് കിട്ടുന്ന അവരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഇതൊന്നും ഒരേപോലെയല്ല എന്നൊരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് മാറി എന്നത് കൊണ്ട് നമ്മുടെ മകനോ മകൾക്കോ അതേപോലെ മാറിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതേപോലെ തന്നെ ADHD ഉള്ള കുട്ടികൾ, അങ്ങനെ തുടങ്ങിയിട്ട് LD ഉള്ള കുട്ടികൾ, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള കുട്ടികളെ നമ്മൾ കാണുന്ന സമയത്ത് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുകയും അതിനനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിന് ആക്ഷൻ എടുക്കുകയും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്.
അപ്പോൾ നമ്മൾ ഇന്ന് സാറ് പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സംശയങ്ങൾ, അഭിപ്രായങ്ങൾ, അതേപോലെ തന്നെ ഫീഡ്ബാക്ക്, ഇതൊക്കെ പറയാനുള്ള അവസരമാണ്. സോ മൈക്ക് ഓഡിയൻസിന് വേണ്ടിയിട്ട് കൈമാറുന്നു, നിങ്ങൾക്ക് പറയാം. മൻസൂർ സാർ. യെസ് സർ, നജീബ് സാർ, വളരെ നല്ല സെഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് വോയിസ് കേട്ടപ്പോൾ നമ്മൾ പലപ്പോഴും വായിക്കപ്പെടാറുണ്ട്. പക്ഷെ ഈ ഫീൽഡിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിൽ നിന്ന് കേൾക്കുക എന്ന് പറയുന്നത് അത് ഒരുപാട് ബുക്ക് വായിക്കുന്നതിനേക്കാളും എത്ര വലുതാണ്. അപ്പൊ അത്രയും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ആയിരുന്നു. പക്ഷെ ഇനി ഓരോ ഏരിയയിലും ഒരുപാട് വീണ്ടും പഠിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ഡോർ തുറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ സന്തോഷം സർ. നമ്മള് ഡോറിന്റെ അടുത്തെത്തിയതേ ഉള്ളൂ. ഇനി തുറന്ന് അകത്തോട്ട് കയറിയിട്ടില്ല. കൗൺസിലിംഗ് എന്താണെന്ന് പോലും എനിക്ക് പറഞ്ഞു വെക്കാൻ സാധിച്ചില്ല. സോറി, അതുകൊണ്ട് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. ഇത് നമുക്ക് കൗൺസിലിംഗ് ഗൈഡൻസ്, അതിന്റെ കൗൺസിലിംഗിന്റെ വിവിധ വശങ്ങള് ആർക്കൊക്കെ വേണം. സാർ ഇപ്പൊ നമ്മുടെ ഫൈസൽ സാർ പറഞ്ഞതുപോലെ നമ്മുടെ LD ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ട്. അങ്ങനെ പല 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 സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികളുണ്ട്. ഇങ്ങനെ കുറെ വിഭാഗങ്ങളുണ്ട്. അതിലേക്കൊന്നും നമ്മൾ കടന്നില്ല. അതിന് നമുക്ക് വീണ്ടും സെഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിൽ ഒതുങ്ങി നിന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. ഇതിപ്പോ കൗൺസിലിംഗിന്റെ റെലവൻസിനെ കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കൂ. ഓക്കെ, താങ്ക് യു. നേരത്തെ ഇതിന്റെ ആവശ്യകത സമൂഹം ആഗ്രഹിക്കുന്നുണ്ടോ, ആവശ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചാല് സത്യം പറഞ്ഞാൽ അതൊരു കോംപ്ലക്സ് ആണോ, ഒരു മടിയാണോ, കോംപ്ലക്സ് ആണോ എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ ഇവിടുന്ന് എനിക്ക് കോഴിക്കോട് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തലശ്ശേരി പോകണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കൊണ്ട് പോകുന്നു. പക്ഷെ പോകുന്ന വഴിക്ക് ചോദിച്ച് ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് പോയാൽ കുറേയും കൂടി നന്നായിരിക്കും പോകുന്ന വഴിയിലുള്ള. പക്ഷെ അതിന്റെ ഒരു അവയർനെസ് പോലും രക്ഷിതാക്കൾക്ക് എവിടെ ഇല്ലാതെ ഒരു കോംപ്ലക്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു സത്യത്തില്. ആവശ്യമില്ല എന്നുള്ള. തീർച്ചയായിട്ടും അതെ സർ. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ ലെവൽ, ഒരു ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ലെവലുള്ള കുട്ടികളുടെ പേരൻസിനും ടീച്ചേഴ്സും ഇത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. മാത്രമല്ല, നമ്മുടെ ഒരു പ്രൈമറി ലെവലിൽ തന്നെ പല വികസിത രാജ്യങ്ങളിലും അവരവരുടെ കരിയർ ഗോൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു, പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിലേക്ക് നടന്നെടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ തന്നെ അവർ ഉറച്ചു കഴിഞ്ഞു. നമ്മളിപ്പോഴും പഠനം കഴിഞ്ഞ് വളരെയേറെ കാലത്തിന് ഒരു 2-3 വർഷം അലഞ്ഞു തിരിഞ്ഞ് നടന്നതിന് ശേഷമാണ് ഇനിയൊരു തൊഴിൽ വേണം, ഇനി ജീവിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള തിരിച്ചറിവ് ഉണ്ടായി വരുമ്പോഴത്തേക്ക് കാലം കുറെ അങ്ങ് അസ്തമിക്കും. അങ്ങനെ കാലങ്ങളൊക്കെ ഒത്തിരി നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എക്സാക്ട്ലി. ഞാനിതിലൊരു സമയം ദൈർഘിക്കുന്നുള്ള ഞാനിതിലൊരു എക്സ്പീരിയൻസ് ഉള്ള ആളെ. ആക്ച്വലി ഇപ്പോഴും ഇവിടെ തന്നെ ഗൾഫിലോ മറ്റ് എവിടെയെങ്കിലും ഒരു ഇന്റർവ്യൂ മറ്റോ വരുന്ന സമയത്ത് ഇപ്പൊ ഒരുപക്ഷെ എഞ്ചിനീയർ ആവാം, ആളൊരു വിദഗ്ധനാണ്. പക്ഷെ അതിന്റെ ഒരു 20% പോലും അവര് ഫീൽഡില് പഠിച്ച കാര്യത്തിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. സ്കൂൾ ഡിഗ്രി കഴിഞ്ഞാൽ ഒരു പക്ഷെ എക്കണോമിക്സിൽ ഡിഗ്രി ആയിരിക്കാം, അതിൽ ബിരുദാനന്തര അതിവിദഗ്ധനുമായിരിക്കാം. എന്നിട്ട് സാറ് പറഞ്ഞ പോലെ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് PG കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് നടക്കുക. അതേ സ്ഥാനത്ത് സാറ് പറഞ്ഞ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഒരു പാഷൻ ക്രിയേഷൻ ഏത് പ്രായത്തിലാന്നുള്ളത് അവർ ഡിഫൈൻഡ് ആണ്. ഇവിടെ PG സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിന് അതിവിദഗ്ധനായിട്ടും പക്ഷെ അവരെ സംബന്ധിച്ച് ഇനി എന്ത് ചെയ്യും, അപ്പൊ ഈ പഠിച്ചതൊന്നും പ്രാക്ടിക്കലി അല്ല എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം ശരിക്കും ഇടുന്ന് കളിക്കുന്നുണ്ട്. അത് ഇവിടെ ജോലിക്ക് വരുമ്പോഴാണ് പലപ്പോഴും വിദേശങ്ങളിൽ ഇവിടേക്ക് ഏതെങ്കിലും ഒരു ഏരിയയില് ഒരു ജോബിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 years കഴിയുമ്പോഴേ മെച്ചുവേർഡ് ആവുന്നുള്ളൂ. ഓക്കെ, ശരിയാ. ഇപ്പൊ മൻസൂർ സാറിന് കുട്ടികളൊക്കെ ഉണ്ടോ? മക്കളായിട്ട് ഗൾഫിലാണോ? ഗൾഫിലാണുള്ളത്. അതെ അതെ. കുട്ടികളുണ്ടോ? കൊച്ചുകുട്ടികളുണ്ടോ? ഉണ്ട്. ഓക്കെ, ഇനിയുള്ള ജനറേഷൻ എങ്കിലും അവരെയെങ്കിലും നമ്മൾ ഒന്ന് ഫോം ചെയ്തുകൊണ്ട് വരണം. അവിടെയാണ് നമുക്ക് ഇനി ഇതൊക്കെ നമ്മുടെ കാര്യങ്ങളോ കാലങ്ങളോ കടന്നുപോയി. ഇനി അത് ഒന്നും കൂടെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, റിപ്പീറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പൊ ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും
ഇത് ഉപയോഗപ്പെടണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു 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 കടയിൽ ഒരു മെൻസ് ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു കൗമാരക്കാരൻ ടീനേജറാണ് അവിടെ ഇത് സെയിൽസ്മാൻ ആയിട്ട് നിൽക്കുന്നത്. ഈ പഠിക്കുവാണ് എന്താ, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റ് തന്നെയാണത്. പഠിക്കുകയാണ് എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൻ ഒരു കോഴ്സ് ഏതോ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആരോ നമ്മൾ ക്യാൻവാസ് ചെയ്യാനൊക്കെ ആൾക്കാർ വരുമല്ലോ, +2 ഒക്കെ ആവും, വന്നു സംസാരിച്ചു. ഇവൻ ആ കോഴ്സിൽ അങ്ങ് ചേർന്നു. ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതൊരു അബദ്ധമായെന്ന് അവന് തോന്നുന്നു. അല്ലെങ്കിൽ അവന്റെ നാട്ടിൽ തന്നെ കോഴ്സുകൾ ഉണ്ട് ഇതേപോലെ തന്നെ, ഇത്രയും ചെലവില്ലാതെ. ഇങ്ങനെയൊക്കെ അബദ്ധപ്പെട്ടു പോകുന്ന ധാരാളം കുട്ടികൾ എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങനെ നയിക്കണമെന്നറിയാതെ നമ്മുടെ മാതാപിതാക്കൾ ഇരുട്ടിത്തപ്പുകയാണ്. ഈ ഡിജിറ്റൽ ആയിട്ടുള്ള ഈ നേറ്റീവ്സിന്റെ കാലത്ത് അവർ ഇരുട്ടിത്തപ്പുകയാണ്. പിന്നെ കുട്ടികൾ പറയുന്നത് പോലെ അവരങ്ങ് പ്രവർത്തിക്കുന്നു. കുട്ടികളോ അപ്പോഴുള്ള കൂട്ടുകാർ പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഏജൻസി പറഞ്ഞിട്ടായിരിക്കും ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നത്. അതല്ലാതെ ഒരു അവന്റെ എബിലിറ്റി അനുസരിച്ചോ അവന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചോ അവന്റെ പൊട്ടൻഷ്യൽ അനുസരിച്ചോ അവന്റെ ഭാവിയിൽ അവനൊരു കരിയർ ആയിട്ട് അത് മാറ്റണമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല. കുട്ടികൾ പറയുന്നത് കേട്ട് മാതാപിതാക്കൾ അതിനെ മൂളുന്നു, ഇല്ലാത്ത കാശുണ്ടാക്കി. ഇപ്പൊ വിദ്യാഭ്യാസവും ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നത് നല്ല ചെലവേറിയ ഒരു സംഗതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഹൈസ്കൂൾ ഒരു +2 വരെയൊക്കെ ഉള്ളൂ നമുക്ക് ഏതാണ്ട് ഇപ്പൊ നമ്മുടെ ഭരണഘടന അനുസരിച്ച് പറയുന്നത് പോലെ സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസമൊക്കെ അത്രയും സൗജന്യമൊന്നും അല്ലതാനും. അതിനുശേഷമുള്ള എല്ലാ വിദ്യാഭ്യാസത്തിനും പഴയതിനേക്കാൾ എന്താ പറയേണ്ടത്, അതിനൊക്കെ ചെലവ് നമ്മൾ മുടക്കുന്നവരായിരിക്കാം നമ്മൾ പലരും. അപ്പൊ ആ അവസ്ഥയിലാണുള്ളത്. അപ്പൊ ഇതെല്ലാം മുടക്കി കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് അയ്യോ ചെയ്തത് മണ്ടത്തരമായി പോയല്ലോ എന്നുള്ള അവസ്ഥ വരുന്നു. അപ്പൊ ഒന്ന് ഓർത്തു നോക്കൂ, കാലം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ട് തിരിച്ച് വിലപിച്ചിട്ട് കാര്യമില്ല. പിന്നെ മനസ്സൽ സാറ് പറഞ്ഞതുപോലെ പിന്നെ ഒരു തൊഴിൽ അന്വേഷിക്കുമ്പോഴാണ് പഠിച്ചതല്ല തൊഴിലിനൊട്ടും പഠിച്ചുമില്ല ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഒരു കൗൺസിലിംഗ് ആവശ്യം തന്നെയാണ് എന്നാണ് ഇതിന്റെ ഒരു റെലവൻസ് പെർസ്പെക്റ്റീവ് കുറിച്ച് പറയാനുള്ളത്. ഒക്കെ മറ്റുള്ളവരുടെ ഒരു ഇത് കൂടെ കിട്ടിയാൽ നല്ലതായിരിക്കും. ഹലോ സർ, എൻ്റെ പേര് ഞാൻ ഇപ്പോ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോണേ ഉള്ളൂ. അപ്പോ ഒരു നല്ല ടീച്ചർ UP-യിലാണ് എൻ്റെ വന്നിരിക്കുന്നത്. അപ്പൊ ഒരു നല്ല ടീച്ചർ, സാർ അധ്യാപകനായിരുന്നല്ലോ, അപ്പൊ ഒരു നല്ല ടീച്ചർ ഇപ്പോഴത്തെ ഇതിനനുസരിച്ച് എങ്ങനെയൊക്കെ ആവണം എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. പുതിയ പോസ്റ്റിംഗ് കിട്ടിയതാണോ ടീച്ചർക്ക്? അതെ അതെ, ഏതാ പിന്നെ PSC ആണോ അതോ എയ്ഡഡ് ആണോ? അതെവിടെയാ? എയ്ഡഡ് സ്കൂളാണ്. എയ്ഡഡ് സ്കൂൾ. ഓക്കെ 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 ഓക്കെ. ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് വേണോ അല്ലേ? ബിഎഡ് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ചായി, അപ്പൊ ഒന്നും ചെയ്യാതെ ഒരു കോൺഫിഡൻസിന്റെ കുറവൊക്കെ ഉണ്ട്. കോൺഫിഡൻസിന്റെ കുറവൊന്നും വേണ്ട. ഇപ്പൊ നേരത്തെ ഫൈസൽ സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് നമുക്ക് തന്നെ ഉണ്ടാവും. നമ്മള് ഈ മഴ നനയാതെ ഇപ്പം നമ്മൾ മഴയത്ത് തന്നെ കയറി ആ കടത്തിനെ നിന്ന് കഴിഞ്ഞാൽ ആ മഴ തോരുന്നത് വരെ കാത്തു നിൽക്കാം. പക്ഷേ ചെറിയ മഴയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനേക്കാൾ പെരുമഴ വന്നാലും ശരിക്കും നമുക്ക് കയറി നിൽക്കാൻ തോന്നുകയല്ല. ആ നനഞ്ഞ് അങ്ങ് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തി. ടീച്ചറിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ. അതായത് നമ്മൾ സാധാരണ പറയുന്നത് നമുക്കൊരു വിഷയത്തിൽ നമ്മൾ മാസ്റ്റർ ആകണം എന്നുണ്ടെങ്കിൽ 10,000 hours നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളൊരു 10,000 hours വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫീൽഡിൽ നിങ്ങൾക്ക് മാസ്റ്റർ ആകാൻ പറ്റും. മാസ്റ്റർ ആകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പ് ലെവലിൽ എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഏത് ഫീൽഡിലുള്ള ഏത് മനുഷ്യന്മാരായി കഴിഞ്ഞു കഴിഞ്ഞാലും അവര് ഒരു സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് പോയതുകൊണ്ടാണ് അവർക്ക് ആ രൂപത്തിൽ എത്താൻ പറ്റിയത്. നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു വിഷയത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം അത് ചെയ്യും, പിന്നെ അത് നമ്മൾ ഒഴിവാക്കും. നമ്മളതിൽ കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതാണ്. ഇപ്പോ നമ്മള് മാസ്റ്റർ എന്ന് പറയുന്ന സച്ചിൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അതേപോലെ തന്നെ ഫുട്ബോളിൽ നമ്മൾ റൊണാൾഡോ, അങ്ങനെ തുടങ്ങിയിട്ട് ഏത് ഫീൽഡിലുള്ള ഓരോരുത്തർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കിടന്നുറങ്ങുമ്പോൾ അവര് പോയിട്ട് പ്രാക്ടീസ് ചെയ്തത് കൊണ്ടാണ് അവർ അവിടേക്ക് എത്തിയത്. ഒരു സുപ്രഭാതത്തിൽ ജനിച്ചു വീണ ഉടനെ എത്തിയതല്ലല്ലോ. സോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളുടെ ഒരു പാഷൻ, ഇപ്പൊ നമ്മളൊരു ടീച്ചറാണ് അല്ലെങ്കിൽ ഒരു ട്രെയിനർ ആണ്, അങ്ങനെ ഏതും ആയിക്കോട്ടെ, ഒരു ദിവസം നമ്മൾ ആ ഒരു ഡ്രീമിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അവിടേക്ക് എത്തുന്നതിന് വേണ്ടി ഒരു ദിവസം നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്? മറ്റു ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? ഉണ്ടാവില്ല.
നമുക്ക് ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല. നമ്മൾ പഠിക്കാൻ തയ്യാറല്ല. നമ്മൾ വായിക്കാൻ തയ്യാറല്ല. നമ്മൾ കാണാൻ തയ്യാറല്ല. ഇനി കണ്ടാൽ തന്നെ അത് നോട്ട് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. ഇങ്ങനെ തുടങ്ങി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ദിവസം 1 മണിക്കൂർ, ഒറ്റ മണിക്കൂർ മാറ്റി വെച്ച് നോക്കൂ. നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂർ മാറ്റി വെക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് മാസ്റ്റർ ആകാൻ പറ്റും. സോ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആക്ഷൻ എടുത്താൽ, അതാണ് നേരത്തെ ഞാൻ പിന്നെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, കോൺഫിഡൻസ് അല്ല ആദ്യം ഉണ്ടാകുന്നത്. ആദ്യം ഉണ്ടാകുന്നത് ആക്ഷൻ ആണ്. അതിനുശേഷമാണ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക. ആക്ഷൻ എടുക്കുമ്പോൾ മാത്രമേ കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ആ ആക്ഷൻ എടുക്കാത്ത കാലത്തോളം നമുക്ക് കോൺഫിഡൻസ് രൂപപ്പെട്ടു വരില്ല എന്നുള്ളതാണ്. നമ്മൾ എവിടെയും നമ്മൾ നോക്കിക്കോളൂ, സംസാരിക്കാൻ കോൺഫിഡൻസ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങണം. നിങ്ങൾ സംസാരിച്ച് തുടങ്ങി നോക്കൂ, അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ് വരും. സോ ഓൾവേസ് ഫസ്റ്റ് കം ആക്ഷൻ, ദെൻ കോൺഫിഡൻസ് എന്നുള്ളതാണ്. സോ മാസ്റ്റർ ആകാൻ പറ്റാത്ത ഒരു മനുഷ്യനും ഇല്ല. എല്ലാവർക്കും ഏത് ഫീൽഡിലായി കഴിഞ്ഞാലും തിളങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. അത് നമ്മളുടെ ഡിസയറിനെ നമ്മൾ എത്രത്തോളം ആക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. നമ്മൾ ഇന്നലെ ഗോൾ സെറ്റിങ്ങിന്റെ നമ്മളെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മളുടെ ആക്ഷൻ എടുക്കാത്ത ഏതൊരു സാധനവും നമ്മുടെ സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കും അല്ലെ. നമുക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അതിനെ ആക്ഷനിലേക്ക് കൊണ്ടുപോയി നമ്മളതിനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പക്ഷെ ആക്ഷൻ എടുക്കാത്ത ഏതൊരു സാധനവും അവിടെ എന്തായിട്ട് സ്വപ്നമായിട്ട് അവശേഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരോടും പറയുന്നത് ആക്ഷൻ എടുക്കുക, കൺസിസ്റ്റന്റ് ആവുക. നമുക്ക് ഏത് ഫീൽഡിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിളങ്ങാൻ പറ്റും. സോ ഇന്നത്തെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ഇവിടെ നമ്മൾ തൽക്കാലം, നമ്മൾ സാധാരണ 8 മണി വരെയാണ്, എന്നാലും കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാനുള്ളത് കൊണ്ട് നമ്മൾ 8:10 വരെ പോയതാണ്. സോ അതേപോലെ തന്നെ ഇവിടുത്തെ ഓഡിയൻസിന്റെ റിക്വസ്റ്റ് പ്രകാരം സാറിന്റെ പിന്നെ അവൈലബിലിറ്റി നോക്കിയിട്ട് ഒരു സെഷൻ കൂടി നമുക്ക് തരണമെന്ന് എല്ലാവർക്കും വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോ എല്ലാവർക്കും അപ്പോ ഇന്ന് പങ്കെടുത്ത പ്രിയപ്പെട്ട എല്ലാവർക്കും, വിശേഷം നമ്മൾ ഇന്ന് സെഷൻ ലീഡ് ചെയ്ത നമ്മുടെ റിട്ടയർഡ് അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ കൂടിയായിട്ടുള്ള നജീബ് സാറിന് പ്രത്യേകം ഒരു വിഷയത്തിൽ സന്തോഷം അറിയിക്കുന്നു. അതേപോലെ തന്നെ ട്രെയിനിങ് സ്റ്റോക്കിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകം സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുന്നു. ട്രെയിനിങ് സ്റ്റോക്ക് നിരന്തരമായിട്ട് എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു, മിനിഞ്ഞാന്ന് ക്ലാസ് ഉണ്ടായിരുന്നു, ഇതേപോലെ തന്നെ തുടർച്ചയായിട്ട് നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ വിംബിൾ അക്കാദമിയുടെ ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫോർമേഷൻസ് എന്നതിനേക്കാൾ സ്കിൽ അപ്ഡേറ്റഡ് ആയിട്ട് പോകാൻ നമുക്ക് മുന്നോട്ട് നമുക്ക് കഴിയണം. ഡാറ്റകൾ മെമ്മറൈസ് ചെയ്യുന്ന കാലം കഴിഞ്ഞു, അതിനുള്ള സംവിധാനങ്ങൾ വന്നു അല്ലെ. നമ്മുടെ മുമ്പിൽ ഏതൊരു ഡാറ്റയും നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. പക്ഷെ ഈ ഡാറ്റയെ അവതരിപ്പിക്കുന്നിടത്ത് നിങ്ങളെ കയ്യിൽ മൊഡ്യൂൾ ഉണ്ട്, പക്ഷെ ഈ മൊഡ്യൂളിനെ നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യൂ എന്നുള്ളതാണ്. ഏത് സാധനം നിങ്ങൾക്ക് വേണമെങ്കിലും ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, ദ റെലവൻസ് ഓഫ് സ്റ്റുഡൻസ് കൗൺസിലിംഗ്, ഞാനൊരു മണിക്കൂർ ക്ലാസ് എടുക്കാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റ തരും അല്ലെ, അവിടെ കിട്ടി എന്നുള്ളതാണ്. നിങ്ങൾ ഏത് സാധനത്തിന്റെ മൊഡ്യൂൾ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ബട്ട് ആ ഒരു മൊഡ്യൂളിനെ നിങ്ങൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലെ. നമ്മുടെ കയ്യിൽ പാഠപുസ്തകങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ ഈ ഒരു സാധനത്തെ നിങ്ങൾ എങ്ങനെയാണ് സ്റ്റുഡൻസിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് സ്റ്റുഡൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്, അവിടെയാണ് നമ്മുടെ വിജയം. ഒരു ട്രെയിനർ ആയാലും ടീച്ചർ ആയി കഴിഞ്ഞാലും ആരായി കഴിഞ്ഞാലും, ഈവൻ നമ്മളൊരു പാരന്റ്, ആസ് എ പാരന്റ് അല്ലെ, നമ്മൾ എങ്ങനെ നമ്മുടെ ചൈൽഡിനെ നമ്മൾ എങ്ങനെ ചേർത്ത് പിടിക്കുന്നു, നമ്മുടെ കുട്ടിയെ എങ്ങനെ നമ്മൾ സമീപിക്കുന്നു എന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുക. സോ ഓൾവേസ് ഇൻവെസ്റ്റ് ടൈം ടു അപ്ഡേറ്റ് യുവർ സ്കിൽസ് എന്നുള്ളതാണ്. നിങ്ങളുടെ സ്കിൽസിനെ നവീകരിക്കാൻ, നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ സ്വഭാവത്തെ നവീകരിക്കാൻ വേണ്ടി നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. സോ എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബൈ ബൈ, നൈറ്റ്. താങ്ക് യു എവരിവൺ. Good night, sir. Thank you.